Yes. Hello, good morning. Good morning. Good morning, miss. Yes. ശരി. ഗുഡ് മോർണിംഗ്. മഴയൊക്കെ ഉണ്ടോ അവിടെ? മഴയൊക്കെ ആയതുകൊണ്ട് അധികം ആളുകളൊന്നും കയറിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ. മഴ, കാറ്റ്, പിന്നെ പവർ ഫെയിലിയർ, അല്ലെ, മരം പൊടിഞ്ഞു വീണിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം നമുക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഒരു ദിവസം ഇടയിൽ ഒരു ദിവസം ക്ലാസ് എടുക്കാൻ പറ്റിയില്ല, അല്ലെ? അപ്പൊ അങ്ങനെ അത് എല്ലായിടത്തും ഒക്കെ ഉണ്ട്. മാറി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വീണ്ടും ഇന്നലെയൊക്കെ വൈകുന്നേരം വീണ്ടും മഴയൊക്കെ പെയ്യുന്നുണ്ട്, പവർ ഫെയിലിയർ ഒക്കെ ഉണ്ട്. സോ നമുക്ക് പക്ഷെ എല്ലാ ദിവസവും ഇങ്ങനെ ക്ലാസ് മിസ് ചെയ്യാൻ പറ്റൂലല്ലോ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഡേറ്റും അതിന്റെ ഒരു ടെന്യൂർ, ഒരു കാലാവധിയൊക്കെ നമുക്ക് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ ക്ലാസ് മിസ്സാക്കാൻ പറ്റില്ല. ഉള്ളവരെ വെച്ചാണെങ്കിലും നമുക്ക് ക്ലാസ്സുകൾ നടത്തും. അതോടൊപ്പം അതിന്റെ കാണാൻ പറ്റാത്തവര് തീർച്ചയായിട്ടും അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് കാണണം. എന്തായാലും കാണണം. ഇപ്പൊ അവർക്ക് അറിയില്ല, പക്ഷെ എങ്കിലും നമ്മളുടെ ഡ്യൂട്ടിയാണ് അത് കാണുക, അതെന്താന്ന് മനസ്സിലാക്കുക. എക്സാം വരുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വെറുതെ നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്തു പഠിക്കാതെയൊക്കെ നമ്മൾ എന്താ പറയാ എങ്ങനെയെങ്കിലും പരീക്ഷ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടാം. പക്ഷെ അങ്ങനെ ചെയ്തത് കാര്യമില്ലല്ലോ. നമ്മൾ എത്രത്തോളം ആ ഒരു ടോപ്പിക് എന്താണെന്ന് മനസ്സിലാക്കി എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നതെന്നൊക്കെ നമ്മൾക്കും കൂടി ഒരു ഐഡിയ കിട്ടണം. ഐഡിയ കിട്ടണമെങ്കിൽ നോട്ട് വായിക്കണം. തരുന്ന നോട്ടുകൾ വായിച്ചു നോക്കണം. നിങ്ങളുടെ നോട്ടുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും, പുസ്തകമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലൊക്കെ. സോ അത് വെച്ച് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഡ്യൂട്ടിയാണ്. വായിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ചിലർക്ക് അങ്ങനെ വായിച്ചാൽ മനസ്സിലാകും. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്തു, ഓക്കെ എനിക്ക് ആ മെറ്റീരിയൽ കിട്ടിയാൽ മതി, മെറ്റീരിയലിൽ നിന്ന് നോക്കി ഞാൻ വായിച്ച് മനസ്സിലാക്കിക്കോളാം, അങ്ങനെ ചിലർക്ക് പറ്റും. പക്ഷെ ചിലർക്ക് അത് പറ്റില്ല. ഇനി ചില ടോപ്പിക്സ് ചിലപ്പോൾ പറ്റും, ചില ടോപ്പിക്സ് നമുക്ക് പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാനും റെക്കോർഡ് ക്ലാസ് കാണാനും ഒക്കെ നോക്കുക കേട്ടാ. നമുക്ക് തുടങ്ങാം. ഓക്കെ, സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? സോഴ്സസ് ഓഫ് ഗ്രീവിയൻസ് ആണ്, അല്ലെ? ഏതൊക്കെ രീതിയിലാണ്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് ഗ്രീവിയൻസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡിസപ്പോയിന്റ്മെന്റ്, ഇതുപോലെയുള്ള ഡിസ്കണ്ടന്റ്മെന്റ്, അല്ലെങ്കിൽ ഇത്തരം ഉള്ള എന്താ പറയാ കംപ്ലൈന്റുകൾ എങ്ങനെയൊക്കെയാണ്, എവിടെ നിന്നൊക്കെ, ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ സോഴ്സിൽ നിന്ന് അതൊക്കെ ഉത്ഭവിക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഒന്നാമത്തേത് ഫ്രം മാനേജ്മെന്റ് പ്രാക്ടീസസ്, അതായത് മാനേജ്മെന്റ് എടുക്കുന്ന ചില നിയമങ്ങൾ, ചില അവരുടേതായ ചില എന്താ പറയാ പ്രാക്ടീസസ്, അവർ കൊണ്ടുവരുന്ന ചില പുതിയ കാര്യങ്ങളോ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോ എംപ്ലോയീസിനെ ചിലപ്പോ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. അങ്ങനെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില കാരണങ്ങൾ കൊണ്ട് ഗ്രീവിയൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. മറ്റൊന്ന് പറഞ്ഞത് ഫ്രം ദ പേഴ്സണൽ മാനേജ്മെന്റ്, അതായത് വ്യക്തിപരമായിട്ടുള്ള മാനേജ്മെന്റ്, അതായത് ഓരോ വ്യക്തികളെയും ഹൗ ദേ ട്രീറ്റ്, അവരെങ്ങനെയാണ് ഓർഗനൈസേഷനിൽ ഓരോ എംപ്ലോയീസിനെയും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ വ്യക്തിപരമായിട്ട്, വ്യക്തിഗതമാണ് ഓരോ എംപ്ലോയീസിനോടുമുള്ള പെരുമാറ്റം,
അല്ലെ, ചിലർക്ക് ചില കൺസിഡറേഷൻസ് കൊടുക്കുന്നു, മറ്റുള്ളവരെ എന്താ പറയാ അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല. സോ ഇറ്റ് വിൽ ലീഡ് ടു ഡിസ്ക്രിമിനേഷൻ, അല്ലെ, അത് പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷനിലേക്ക് ലീഡ് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവേചനമൊക്കെ തോന്നുന്ന പോലെ. സോ അങ്ങനെ വരുമ്പോ പേഴ്സണൽ ആയിട്ട് വ്യക്തികൾക്ക് എന്തുണ്ടാകും, അവർക്ക് ഫീൽ ചെയ്യുന്ന ചില ഫീലിങ്സ് ആണ്, ഡിപ്രഷൻസ് വരും, മെന്റൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പൊ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളവർക്ക് അവരോട് ചില രീതിയിൽ നമുക്ക് ചില പരിഗണനകൾ കൊടുക്കണേ. ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ടായിരിക്കും ജോലി സ്ഥലത്ത് വരുന്നത്. സോ അതനുസരിച്ച് ചിലപ്പോൾ ലീവ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടും എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പരിഗണിക്കാതെ ചിലപ്പോൾ ജോലി സ്ഥലത്ത് വരും. സോ അവരോട് അങ്ങനെയുള്ള ചില കൺസിഡറേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ മാനേജ്മെന്റ് രീതിയിൽ ഉണ്ടാകുന്ന അപാകതകളും ഗ്രീവിയൻസിന് കാരണമാകാം. അത് ഒരു ഗ്രീവിയൻസിന്റെ സോഴ്സ് ആണ്. മറ്റൊന്നാണ് ഗ്രീവിയൻസിന്റെ എന്താ പറയാ വർക്കിംഗ് കണ്ടീഷൻസ്. അതായത് ഒരു ജോലി സ്ഥാപനത്തില്, ഒരു സ്ഥാപനത്തിലെ എംപ്ലോയ്മെന്റില് എങ്ങനെയൊക്കെയാണ് അവിടുത്തെ വർക്കിംഗ് ചുറ്റുപാടുകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഗ്രീവിയൻസ്. അങ്ങനെ 3 എന്താ പറയാ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മുടെ ഗ്രീവിയൻസിന്റെ സോഴ്സസിനുള്ളത്. ഒന്ന് മാനേജ്മെന്റ് പ്രാക്ടീസസ്, ഒന്ന് പേഴ്സണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടത്, ഒന്ന് വർക്കിംഗ് കണ്ടീഷൻസ്. അതിന് ഓരോന്നിനും എന്താ പറയാ നമ്മള് അതിന് എക്സ്ട്രാ അവിടെ പോയിന്റുകളും അതിനകത്ത് വന്നിരുന്നു, അല്ലെ. വർക്കിംഗ് കണ്ടീഷൻസ് വരെ നമ്മൾ പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? ശരിയാണോ നോക്കിയേ. വർക്കിംഗ് കണ്ടീഷൻസ് വരെയാണ് ഞാൻ എടുത്തത്. അവിടെ വരെയാണോന്ന് നിങ്ങൾ എല്ലാവരും പറ. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഈ പറയുന്ന രീതികളിലൊക്കെ ഇവിടെ നിന്നൊക്കെ ഈ ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഇതൊക്കെ ഗ്രീവിയൻസിന്റെ, ഇത്തരം ഡിസപ്പോയിന്റ്മെന്റിന്റെ, ഡിസ്കണ്ടന്റ്മെന്റിന്റെ റീസൺസ് ആണ് അല്ലെങ്കിൽ സോഴ്സസ് ആണ്. ഓക്കെ. ഇനി വാട്ട് ആർ ദ ഇഫക്ട്സ് ഓഫ് ഗ്രീവിയൻസ്? ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രീവിയൻസിന്റെ അനന്തര ഫലമാണ്, പ്രത്യാഘാതങ്ങളാണ്. ഗ്രീവിയൻസ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ഇത്തരം ഡിസപ്പോയിന്റ്മെന്റുകൾ, ഡിസ്കണ്ടന്റ്മെന്റുകൾ ഇറ്റ് വിൽ റിഫ്ലക്ട് ഓൾറെഡി ഇൻ അവർ വർക്ക്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ തീർച്ചയായിട്ടും അത്തരം എന്താ പറയാ അതൃപ്തി, അസംതൃപ്തി ഒക്കെ തീർച്ചയായിട്ടും എന്തുണ്ടാകും, നമ്മുടെ ജോലിയിലെ ബാധിക്കും. നമ്മൾ ചെയ്യുന്ന ജോലിയില് എന്താ പറയാ ഇത് എങ്ങനെയായാലും ബാധിക്കും എന്ന് നമുക്കറിയാം. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നമ്മളോട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ. അതായത് ഉൽപാദനത്തെ ഇത് അഡ്വേഴ്സ് ആയിട്ട് ഇഫക്ട് ചെയ്യും. അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്വേഴ്സ് ഇഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേഴ്സും അഡ്വേഴ്സും. അഡ്വേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതായത് നമ്മുടെ പ്രതികൂലമായിട്ട് ബാധിക്കും ഉൽപാദനത്തെ. എന്ന് വെച്ചാൽ എന്ത് തരത്തിലുള്ള ഫേം ആണോ, എന്ത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആണോ, അവിടെ അവര് എംപ്ലോയീസിൽ നിന്നും എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അതനുസരിച്ചുള്ള പ്രൊഡക്ഷൻ എംപ്ലോയീസിൽ നിന്ന് കിട്ടാതെ വരുന്നു. അതാണ് എന്താണ് അഡ്വേഴ്സ് ഇഫക്ട് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഉൽപാദനത്തെ ഏത് രീതി, ഇപ്പൊ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിക്കോട്ടെ, എന്തെങ്കിലും തരത്തിലുള്ള സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിക്കോട്ടെ, എംപ്ലോയീസ് തരുന്ന ആ ഉൽപാദനത്തില് എന്തുണ്ടാവില്ല, അതിനകത്ത് എന്താ പറയാ കൂടുതൽ മോശമായ രീതിയിൽ പ്രതികൂലമായിട്ട് ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു പ്രൊഡക്ഷൻ അവരിൽ നിന്ന് കിട്ടില്ല. ഇപ്പൊ ഒരു ടീച്ചിങ് ഒരു എന്താ പറയാ ഓർഗനൈസേഷൻ ആണ്, അതായത് പല കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കാം. നമ്മൾ എംപ്ലോയീസിൽ നിന്ന് ഇത്ര എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഓരോ ടീച്ചേഴ്സും അവർ വന്ന് പഠിപ്പിക്കുന്നതിന്റെ ആ ഒരു ക്വാളിറ്റി, അതുപോലെ തന്നെ അവരുടെ ആ ഒരു എന്താ പറയാ പഠിപ്പിക്കുന്ന ഒരു സ്റ്റൈല്, ഇത്രയൊക്കെ ഒരു ഓർഗനൈസേഷൻ എക്സ്പെക്ട് ചെയ്യും. സോ ആ ഒരു എക്സ്പെക്ടേഷൻസിലേക്ക്, ആ ഒരു പ്രതീക്ഷയിലേക്ക് എംപ്ലോയീസ് വർക്ക് ചെയ്തില്ല എങ്കിൽ, ടീച്ചേഴ്സ് വർക്ക് ചെയ്തില്ല എങ്കിൽ എന്ത് പറ്റും? അത് എന്താ പറയാ അത് പ്രൊഡക്ഷനെ ബാധിക്കും. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. അതായത് സ്റ്റുഡൻസ് അതില് തൃപ്തരാകില്ല അവർക്ക് കിട്ടുന്ന ക്ലാസ്സുകളില്. അപ്പൊ അതെന്ത് ചെയ്യും? അവരുടെ ഓർഗനൈസേഷന്റെ ഇമേജിനെ ബാധിക്കും. അതാണ് പറഞ്ഞത്. അപ്പൊ പ്രൊഡക്ഷനെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഗ്രീവിയൻസ്. ഏതൊക്കെ രീതിയിലാണെന്ന് അവിടെ പോയിന്റ് വൈസ് കൊടുക്കുന്നുണ്ട്. ഡിക്ലൈൻ ഇൻ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ. ആ ഉൽപാദനത്തിന്റെ ഗുണമേന്മയിൽ എന്തുണ്ടാകുന്നു? കുറവുണ്ടാകുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഡിസ്കണ്ടന്റ് ആണ്, എനിക്ക് ഒരു തൃപ്തിയില്ല, ഈ എന്താ പറയാ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് എന്താ പറയാ ഓർഗനൈസേഷനിൽ നിന്നും ഒരു അതൃപ്തി അനുഭവപ്പെടുന്നു. അതൃപ്തി അനുഭവപ്പെടുമ്പോൾ എന്ത് പറ്റും? ഞാൻ എന്റെ ജോലിയിലും അത് പ്രകടമാകും തീർച്ചയായിട്ടും. എനിക്ക് എന്തിനു വേണ്ടിയിട്ടാ ഇത് എന്നൊക്കെ പറഞ്ഞ ഒരു നെഗറ്റീവ് മൈൻഡിലായിരിക്കും ഞാനും വന്ന് ക്ലാസ് എടുക്കുക. അപ്പൊ എന്ത് പറ്റും? ആ ക്ലാസ് വ്യക്തമാകില്ല, നല്ലതാകില്ല, കുട്ടികൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആ രീതിയിലേക്ക് പോകും. കണ്ടോ? അപ്പൊ ഡിക്ലൈൻ ഇൻ പ്രൊഡക്ഷൻ, എന്റെ പ്രൊഡക്ടിവിറ്റി അവിടെ കുറഞ്ഞു. കാരണം ഞാൻ അത് തോന്നിയ പോലെ വളരെ എന്താ പറയാ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, കുട്ടികൾക്ക് മനസ്സിലാവണ്ടോ ഇല്ല എന്നുള്ളതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. വന്ന് പഠിപ്പിക്കാൻ പറഞ്ഞു, എനിക്ക് വലിയ തൃപ്തിയൊന്നുമില്ലാതെ വന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിലോ അത് നമ്മളുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റി ബാധിക്കും. കുട്ടികൾ പറയുകയാണോ, അയ്യോ ടീച്ചർ എടുക്കുന്നത് മനസ്സിലാകുന്നില്ല, അല്ലെ? അത് വലിയ കംപ്ലൈന്റുകളായിട്ടൊക്കെ മാനേജ്മെന്റിലേക്ക് കൊടുക്കും. അങ്ങനെയും ഉണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്.
അപ്പൊ അങ്ങനെ കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ അവർക്കത് ക്ലിയർ ആകുന്നില്ല. അതെന്തുകൊണ്ട്? ആ ടീച്ചറിന്റേതായ ശരിയായ രീതിയിൽ അത് പ്രിപ്പയർ ചെയ്ത് വന്നെടുക്കുന്നില്ല. ബിക്കോസ് എന്താ കാരണം? തിരിച്ച് മറിഞ്ഞ് നമ്മൾ ബാക്കിലേക്ക് ചെല്ലുമ്പോഴാണ് പറയാൻ മനസ്സിലാക്കുക അത് ആ എംപ്ലോയിക്ക്, ആ ടീച്ചർക്ക് ഓർഗനൈസേഷനോടുള്ള ഡിസ്കണ്ടന്റ്മെന്റ് ആണ്, ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആണ്. ചിലപ്പോൾ അവിടെയുള്ള ചില പ്രാക്ടീസസ് ടീച്ചർക്ക് പറ്റുന്നില്ല ഫോളോ ചെയ്യാനായിട്ട്. അപ്പൊ അതിൽ പുള്ളിക്കാരി അല്ലെങ്കിൽ പുള്ളിക്കാരൻ അതൃപ്തിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അത് ഓൾറെഡി എന്ത് ചെയ്യും? അവരുടെ പഠിപ്പിനെ ബാധിക്കും. അപ്പൊ അത് ലോ പ്രൊഡക്ടിവിറ്റിക്ക് കാരണമാകും. അതാണ് പറഞ്ഞിരിക്കുന്നത് ഡിക്ലൈൻ ഇൻ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നല്ല ഗുണനിലവാരമുള്ള സേവനം കൊടുക്കാൻ പറ്റില്ല. ദാറ്റ്സ് ഓൾ. ഓക്കെ. ഡിക്രീസ് ഇൻ ക്വാളിറ്റി ഓഫ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി. അപ്പൊ എന്താണ്? ഇങ്ങനെ നമ്മുടെ ഓർഗനൈസേഷന്റെ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നു, അതോടൊപ്പം തന്നെ ഓരോ എംപ്ലോയീസിന്റെയും പ്രൊഡക്ടിവിറ്റി കുറയും. അതായത് ഓർഗനൈസേഷന്റെ ഗുണനിലവാരവും കുറയും, അതുപോലെ തന്നെ നമ്മുടെ ഓരോ എംപ്ലോയീസും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ ആയിക്കോട്ടെ സർവീസ് ആയിട്ട് അതിന്റെ പ്രൊഡക്ടിവിറ്റി, അതിന്റെയും ഉത്പാദനക്ഷമത തീർച്ചയായും കുറയുന്നു. പിന്നെ എന്ത് പറ്റും? ഇൻക്രീസ് ഇൻ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്. എന്താ പറയാ, വളരെ ശ്രദ്ധിക്കാതെ കെയർലെസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കും. അപ്പൊ അവിടെ പല മെറ്റീരിയൽസും വേസ്റ്റ് ആക്കി, അതായത് വെറുതെ ആവശ്യമില്ലാത്ത യൂട്ടിലൈസ് ചെയ്യാതെ പല രീതിയിലും വേസ്റ്റ് ആക്കി കളയുന്നു, സ്പോയിൽ ചെയ്ത് കളയുന്നു. അതുപോലെ തന്നെ മെഷീനറി ഒക്കെ ആണെങ്കിൽ തോന്നിയ പോലെയൊക്കെ ഓണാക്കിയിട്ടോട്ട് പോകുക, അതിൻ്റെതായ രീതിയിൽ അതിന് ലീക്കേജ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ, അതിന് എന്തെങ്കിലും തരത്തിലുള്ള വെയർ ആൻഡ് ടിയർ അല്ലെ, എന്തെങ്കിലും അതിന്റെ പാർട്സിനൊക്കെ അല്ലെങ്കിൽ അതിന്റെ മെക്കാനിസത്തിനൊക്കെ എന്തെങ്കിലും പോരായ്മകൾ വരുന്നു. അതൊക്കെ നമ്മളുടെ ഈ പറയുന്ന ഗ്രീവിയൻസിന്റെ ഇഫക്റ്റുകളാണ്. അപ്പൊ ഗ്രീവിയൻസ് വരുമ്പോ എല്ലാവരും ശ്രദ്ധിക്കില്ല. ഓർഗനൈസേഷന് നന്മ വരണം, വിജയം വരണം, ഇംപ്രൂവ്ഡ് ആകണം, ഡെവലപ്ഡ് ആകണം, ഫെയിം കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന എംപ്ലോയീസ് ആണെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിക്കും. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ശ്രദ്ധിക്കും അല്ലെ. അപ്പൊ അവിടെ അവരെല്ലാവരും എംപ്ലോയീസ് എല്ലാവരും എന്താണ്? സാറ്റിസ്ഫൈഡ് ആണ്. ദേ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ വർക്ക്. അവരവരുടെ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആണ്, തൃപ്തരാണ്. അപ്പൊ അവരെല്ലാ രീതിയിലും ഓർഗനൈസേഷന്റെ നന്മ പ്രതീക്ഷിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കും. അപ്പൊ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഈ പറയുന്ന പോലെ മെഷീനറി ഒക്കെ ലീക്ക് ആകാതെ അല്ലെങ്കിൽ അതിന് വെയർ ആൻഡ് ടിയർ സംഭവിക്കാതെ, അതിന് ഡിപ്രീസിയേഷൻ, തേയ്മാനം സംഭവിക്കാതെ ഒക്കെ കുറെയൊക്കെ അവര് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും. മെറ്റീരിയൽസ് ഒന്നും സ്പോയിൽ ആകാതെ എല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതൊക്കെ അതിന്റെ പോസിറ്റീവായിട്ട്. എങ്ങനെയാണ്? ഗ്രീവിയൻസുകൾ ഇല്ല എങ്കിൽ, കംപ്ലൈന്റുകൾ, ഡിസ്കണ്ടന്റ്മെന്റുകൾ ഇല്ലാതിരിക്കുകയാണെങ്കിലാണ് ഇതൊക്കെ ഉണ്ടാകുക. എന്നാൽ ഇതൊക്കെ ഉണ്ടാകുന്നതിന്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി മാത്രമല്ല, ഇൻക്രീസിങ് പ്രൊഡക്ഷൻ കോസ്റ്റ്, ഉൽപാദന ചെലവുകൾ വർദ്ധിക്കും. ഓരോ സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വരുന്ന ചെലവ് വർദ്ധിക്കും. കാരണം എന്താ? എംപ്ലോയീസ് ആ രീതിയിൽ നല്ല രീതിയിൽ അവര് ഇഫക്റ്റീവായിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോ വെറുതെ ചെലവ് കൊടുക്കാണ് അല്ലെ. ഒരു മാസം കൊണ്ട് ഉൽപ്പാദിപ്പിക്കേണ്ട എന്തെങ്കിലും പ്രോഡക്റ്റുകളാണെന്ന് വിചാരിക്കാം. എംപ്ലോയീസ് ശരിയായ രീതിയിൽ തൽപരരല്ല, വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത മട്ടിലാണ് ജോലി ചെയ്യുന്നത്. കാരണം അവരുടേതായ ഒരുപാട് ഗ്രീവിയൻസ് അവർക്കുണ്ട്. അതൊന്നും സോൾവ് ചെയ്തിട്ടില്ല, പരിഹാരമില്ല അതിനൊന്നും. അവരുടെ കൂട്ടായ കംപ്ലൈന്റുകൾക്ക്, പരാതികളൊന്നും മാനേജ്മെന്റ് കേൾക്കുന്നില്ല എങ്കിൽ എന്ത് പറ്റും? എല്ലാവരും ഉഴപ്പും, എല്ലാ എംപ്ലോയീസും ഉഴപ്പുമ്പോൾ എന്ത് പറ്റും? പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. പ്രൊഡക്ഷൻ പ്രത്യേകിച്ച് എന്താ പറയാ, ഉദ്ദേശിച്ച് എക്സ്പെക്ട് ചെയ്ത രീതിയിലേക്ക് എത്താൻ പറ്റില്ല. ചെലവ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക, എംപ്ലോയീസിന് സാലറി കൊടുത്തോണ്ടിരിക്കുന്നു, പക്ഷെ അതനുസരിച്ചുള്ള ഔട്ട്പുട്ട് എംപ്ലോയീസിൽ നിന്ന് കിട്ടുന്നില്ല. സോ ഇറ്റ് വിൽ ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിക്കും. അപ്പൊ എന്താ പറയാ, നമ്മുടെ പ്രൊഡക്ഷൻ തലത്തില് ഗ്രീവിയൻസ് കൊണ്ടുള്ള പ്രത്യാഘാതങ്ങളാണ് നാരായണൻ പറഞ്ഞിരിക്കുന്നത്. ഡിക്ലൈൻ ഇൻ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ, ഡിക്ലൈൻ ഇൻ ക്വാളിറ്റി ഓഫ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി, increase in wastage, spoilage, leakage of machinery, materials, etc., increasing production cost. നാലെണ്ണം ക്ലിയർ ആയോ? നാലെണ്ണം ഒന്ന് വായിച്ചു നോക്കി. നാലെണ്ണം ഒന്ന് അണ്ടർലൈൻ ചെയ്ത വേഗം. മനസ്സിലായിട്ടുണ്ടാവും, കാരണം അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഒന്ന് വേഗം എനിക്ക് വായിച്ച് മനസ്സിലാക്കുക. യെസ്, ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ. സോ അടുത്തത്, അപ്പൊ നമ്മള് പ്രൊഡക്ഷന്റെ
എന്താ പറയാ പ്രൊഡക്ഷന്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് എങ്ങനെയാണ് ഉൽപാദനത്തെ ഈ ഗ്രീവിയൻസ് ബാധിക്കുന്നത് അല്ലെങ്കിൽ ഉൽപാദനത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് നമ്മൾ പറഞ്ഞത് മുഴുവനും. ഇനി അടുത്തത് എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഗ്രീവിയൻസ്, അതായത് ഈ പറയുന്ന ഗ്രീവിയൻസുകൾ ഉണ്ടാകുമ്പോൾ ഇത്തരം പരാതികള്, പരിഭവങ്ങള്, അല്ലെങ്കിൽ അതൃപ്തികള്, അല്ലെങ്കിൽ സംതൃപ്തി കുറവ്, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇറ്റ് ഷുഡ് ബി സോൾവ്ഡ് ഇമ്മീഡിയറ്റ്ലി ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊക്കെ ഒരു പരിഹാര മാർഗം കാണണം. പരിഹാര മാർഗം കണ്ടില്ല, ഇഫ് ഇറ്റ് ഈസ് അൺനോട്ടീസ്ഡ് എന്ന് വെച്ചാൽ എന്താ, ശ്രദ്ധിക്കപ്പെടാതെ പോയാൽ, ഒരു ശ്രദ്ധയും കൊടുക്കല്ല, മാനേജ്മെന്റ് പറഞ്ഞാൽ അതങ്ങനെ നടക്കുന്നു, നമ്മൾ ശ്രദ്ധിക്കാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്നും നമുക്ക് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണോട്ടാ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം. അല്ലാതെ ഗ്രീവിയൻസ് ഓഫ് എംപ്ലോയീസ് അങ്ങനെ പഠിക്കുന്നത് എന്താണ് പഠിക്കണേ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രീവിയൻസ് കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ്. ഗ്രീവിയൻസ് കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം ആദ്യം ബാധിക്കുന്നത് പ്രൊഡക്ടിവിറ്റിയാണ്, ഉൽപാദനക്ഷമതയാണ്. ഏത് ഓർഗനൈസേഷന്റെയും പ്രൊഡക്ടിവിറ്റിയെ അത് ബാധിക്കും. എംപ്ലോയീസിന്റെ പരാതികളും പരിഭവങ്ങളും നീക്കാതെ അവർക്കുണ്ടാകുന്ന ഒരാളുടെ മാത്രമല്ല, വ്യക്തിപരമാണെങ്കിൽ ആളെ വിളിച്ച് മാറ്റി വെച്ചിട്ട് അയാളുടെ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാം. എന്നാൽ കൂട്ടായിട്ടുള്ള പരാതികളാണെങ്കിലും അത് പരിഹരിക്കപ്പെടാതെ ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോകരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളാണ് ഒന്നാമത്തേത് പ്രൊഡക്ഷനെ ബാധിക്കുക എന്നുള്ളത്, ഉൽപാദനത്തെ. വെദർ ഇറ്റ് ഈസ് ഗുഡ്സ് ഓർ സർവീസസ്, സാധനങ്ങളായിക്കോട്ടെ സേവനങ്ങളായിക്കോട്ടെ, എന്താണോ ഉൽപ്പാദിപ്പിക്കുന്നത് ആ ഉൽപാദനത്തിന്റെ ക്ഷമത എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണം, നല്ല രീതിയിലുള്ള സർവീസ് തരണം. ഇതൊന്നും നടക്കില്ല അവിടെ ഗ്രീവിയൻസ് പരിഹരിക്കപ്പെടാതെ പോയാല്. അതാണ് ഒന്നാമത്തേൽ പറഞ്ഞ പ്രൊഡക്ഷനെ പ്രത്യാഘാതമായിട്ട് ബാധിക്കുന്ന കാര്യം. ഇനി ഇതുപോലെ തന്നെ ഗ്രീവിയൻസ് ഇഫ് ഇറ്റ് ഈസ് അൺനോട്ടീസ്ഡ്, ഇതുപോലെ ശ്രദ്ധയിൽപ്പെടുത്താതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പരാതികൾ ഉണ്ടെങ്കിൽ അത് എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്നും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാം. സോ വാട്ട് ആർ ദേ, എന്തൊക്കെയാണ് അത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്തത് 4, ഇൻക്രീസ് ഇൻ ആബ്സെന്റിസം ആൻഡ് ടേൺ ഓവർ റേറ്റ്. എന്താ ആബ്സെന്റിസം? കുറെ പരാതികളൊക്കെ ഇങ്ങനെ കടന്ന് നടക്കുന്നുണ്ട് വർക്കിംഗ് സിറ്റുവേഷൻസിൽ, അതായത് എംപ്ലോയ്മെന്റിൽ, തൊഴിൽ സ്ഥലത്ത് വളരെയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എംപ്ലോയീസ് അവർക്ക് പല രീതിയിലുള്ള പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്. അതൊക്കെ മാനേജ്മെന്റ് കണ്ടില്ല എന്ന് നടിക്കുന്നു, അല്ലെങ്കിൽ കണ്ടിട്ട് എന്താ പറയാ അതിന് പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ കുറെ നാളത്തേക്ക് പോട്ടെ എന്ന് വിചാരിച്ച് ചുണ്ടി തള്ളിയാൽ കാര്യമില്ല. അങ്ങനെ വരുമ്പോ കുറെ ആൾക്കാർ എന്ത് ചെയ്യും, പോണോ പോവണ്ടേ അല്ലെ, ആബ്സെന്റിസം എന്ന് വെച്ചാൽ എന്താ, വരാൻ മടിക്കും അല്ലെ, ജോലിക്ക് വരാൻ മടിക്കും, വീട്ടിൽ കുത്തിരിക്കും, അല്ലെ വല്ലപ്പോഴും വരും. അത് ഒരു എന്താ പറയാ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതുപോലെ തന്നെ ടേൺ ഓവർ റേറ്റ് കൂടും. എന്താ ടേൺ ഓവർ റേറ്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് വെറുതെ ഇട്ടിട്ട് പോകും, എന്ന് വെച്ചാൽ പിരിഞ്ഞു പോകും കുറെ പേരൊക്കെ കൂട്ടത്തോടെ. കാരണം ആ ഓർഗനൈസേഷനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വർക്കിംഗ് സിറ്റുവേഷൻ, നമുക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള അനുകൂലമായിട്ട് ഒരു ജോലി സാഹചര്യം അവിടെ കിട്ടുന്നില്ല. നമ്മൾക്ക് എന്തെങ്കിലും പരാതിയോ പരിഭവോ ഉണ്ടെങ്കിൽ അതൊന്നും മാനേജ്മെന്റ് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന സ്ഥലത്ത് ജോലിക്ക് നിൽക്കാൻ താല്പര്യം കാണിക്കില്ല എംപ്ലോയീസ്. തീർച്ചയല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ ഇക്കോണമിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ചെയ്യുന്ന ജോലിക്ക് നമ്മൾ എന്താ പറയാ നമുക്ക് സാലറി തരുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടേതായ ആവശ്യങ്ങളോ അല്ലെങ്കിൽ പരാതികളോ പരിഭവങ്ങളോ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളോ ആ വർക്കിംഗ് സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പെരുമാറേണ്ടവരാണ് മാനേജ്മെന്റ്. അത് മനസ്സിലാക്കി അതിന് ഒരു സൊല്യൂഷൻസ് കണ്ടെത്തുക. അതനുസരിച്ചാണ് എന്ത് ചെയ്യുക, എംപ്ലോയിക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യം, ജോലിക്ക് വരാനുള്ള താല്പര്യം അല്ലെ ഒക്കെ ഉണ്ടാകുക. ഇതില്ല എങ്കിൽ എന്ത് പറ്റും, ആൾക്കാര് പകുതി മുക്കാലൊന്നും വരില്ല. എന്താ പറയാ കുറെ പേരൊക്കെ കൂട്ടത്തോടെയൊക്കെ അങ്ങോട്ട് റിസൈൻ ചെയ്തൊക്കെ പോകും. അതാണ് പറഞ്ഞേക്കണേ, ഇൻക്രീസ് ആബ്സെന്റിസം ആൻഡ് ടേൺ ഓവർ റേറ്റ്. ക്ലിയർ ആയല്ലോ? ആ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ വരവൊന്നുമല്ല കേട്ടോ. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അതായത് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം. ഇവിടെ അതല്ല. ഇവിടെ ഈ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ വിൽക്കുകയല്ല, ഇത് പുറത്ത് പോകുകയാണ്. അതായത് എന്താ പറയാ എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ നിന്ന് കുറച്ചധികം പേര് വീതം അങ്ങനെ ലീവ് ചെയ്ത് പോകുന്ന, ലെഫ്റ്റ് ചെയ്ത് പോകുന്ന ഒരു രീതി. ഓക്കെ, അതില് നിരക്ക് കൂടും. എന്നുവെച്ചാൽ പിരിഞ്ഞു പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നർത്ഥം. ക്ലിയർ ആയോ? ഒന്നാമത്തെ പ്രത്യാഘാതം ഗ്രീവിയൻസ് കൊണ്ടുണ്ടാകുന്ന എംപ്ലോയീസിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതമാണ് പറഞ്ഞത്. അടുത്തത് ലോവർ ദ കമ്മിറ്റ്മെന്റ് ലെവൽ, ഓണസ്റ്റി ആൻഡ് ഡിസിപ്ലിൻ. തീർച്ചയായിട്ടും ആളുകൾക്ക് ആ ഒരു എന്താ പറയാ നമ്മുടെ ഓർഗനൈസേഷനോടുള്ള കമ്മിറ്റ്മെന്റ് കുറയും.
എന്നുവെച്ചാൽ ഞാൻ എന്തിന് ഇത്ര കഷ്ടപ്പെടണം, നമ്മളുടേതായ രീതിയിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും നമുക്കൊരു ആവശ്യം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരം ബുദ്ധിമുട്ട് ഫേസ് ചെയ്തപ്പോ നോട്ടീസ് വിത്ത് ദ മാനേജ്മെന്റുമായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ വൈ ഷുഡ് ഐ, അല്ലെ? നമ്മൾ എന്തിന് ഇത്ര കഷ്ടപ്പെടണം? നമ്മുടെ കമ്മിറ്റ്മെന്റ് കുറയും, നമ്മളുടെ ഡിസിപ്ലിൻ കുറയും. പറയുന്ന പോലെ കൃത്യമായിട്ട് എന്താ പറയാ സമയത്തിന് വരാതിരിക്കുക, ആ ഡിസിപ്ലിൻ ഒക്കെ നമ്മൾ ഫോളോ ചെയ്യാതെ പോകും. മാത്രമല്ല സത്യസന്ധതയൊക്കെ കുറയും. ഇതൊക്കെ എന്തുണ്ടാകും? എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളാണ്. എങ്ങനെ വരുമ്പോ? ഗ്രീവിയൻസ് നമ്മൾ സോൾവ് ചെയ്തില്ല എങ്കിൽ. നാളെ പറയണേ കേട്ടോ. അങ്ങനെ പഠിക്കണം നിങ്ങൾ, വെറുതെ ഇങ്ങനെ പോയിന്റ് ആയിട്ട് പഠിക്കരുത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഗ്രീവിയൻസ് കൊണ്ട് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞത് പ്രൊഡക്ഷനെ ബാധിക്കുന്ന എന്താ പറയാ പ്രത്യാഘാതമാണ്. രണ്ടാമത് എംപ്ലോയീസിനെ ബാധിക്കുന്ന പ്രത്യാഘാതമാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് തേർഡ് വൺ, ഇൻക്രീസ് ഇൻ ദ ചാൻസ് ഓഫ് ആക്സിഡന്റ്സ്. പലതരത്തിലുള്ള അപകടങ്ങൾ സ്വന്തമായിട്ട് വരുത്തി വെക്കുന്നതും അതല്ലെങ്കിൽ എന്താ പറയാ അല്ലാതെയും ഉണ്ടാകുന്ന അപകട സാധ്യതകൾ കൂടുതലാണ്. ചിലപ്പോ എന്താ പറയാ പലതും സംഭവിക്കാം. എന്തെങ്കിലും രീതിയിൽ ഇവരുടെ കാര്യങ്ങൾ നോട്ടീസ് ചെയ്തില്ല എങ്കിൽ അവർക്കുണ്ടാകാവുന്ന അവർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ചെയ്യും. എംപ്ലോയീസ് ആയതുകൊണ്ട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ലോ എംപ്ലോയി മൊറൈൽ എന്ന് പറഞ്ഞ എംപ്ലോയീസിന് പല രീതിയിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, അവർ ഹാപ്പിനെസ് ഇല്ല. ഒരു നല്ല രീതിയിൽ ഒരു ഗുഡ് മൊറൈൽ ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ തീർച്ചയായിട്ടും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് കൊടുക്കുന്ന ജോലി കൃത്യമായി ചെയ്യും. പക്ഷെ അതൊന്നും സന്തോഷത്തോടെ ആരും ചെയ്യില്ല എന്ന് മനസ്സിലായോ? അത് സന്തോഷത്തോടെ, ഇപ്പൊ നമുക്ക് എന്ത് കാര്യമാണെങ്കിലും അത് സന്തോഷത്തോടുകൂടി ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഭംഗി വരിക, അല്ലെ? എന്ത് ജോലിയാണെങ്കിലും നമ്മൾ ഈവൻ നമ്മുടെ കിച്ചണിൽ നമ്മൾ പല ജോലിയും ചെയ്യുന്നുണ്ട്. സന്തോഷത്തോടെ എന്തെങ്കിലും വെച്ച് വിളമ്പി കൊടുക്കുമ്പോൾ അതിന് രുചി കൂടും. അതിന് വെറുതെ ഒന്നും നമ്മൾ വലിയ കാര്യമായിട്ട് ഇട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, അല്ലെ? അപ്പൊ ആ ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടി ഹാപ്പി ആയിട്ട്, അല്ലെ, വളരെ എന്താ പറയാ ടച്ചിങ് ആയിട്ട് നമ്മുടെ ഹൃദയത്തിൽ തട്ടി നമ്മൾ ആ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെതായ ഭംഗി വേറെയുണ്ട്. അങ്ങനെയല്ലേ? അത് അങ്ങനെയാണോ? ഹൃദയത്തിൽ തട്ടി നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് നല്ല സൗന്ദര്യമുള്ളതായിട്ട് പുറത്തു വരും. അപ്പൊ അതില്ലാണ്ടാവും. എന്തുവന്നാ? ഇതുപോലെ എംപ്ലോയീസിന്റെ ഗ്രീവിയൻസുകൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാതെ പോയാൽ ഗുഡ് മൊറൈൽ ആയിട്ടുള്ള എംപ്ലോയീസിന്റെ കാര്യം പറയാണ്. മനസ്സിലായോ? അപ്പൊ എംപ്ലോയി മൊറൈൽ എന്ത് ചെയ്യും? കുറയും. എംപ്ലോയിയുടെ സന്തോഷം കുറയും, അവന്റെ ജോലിയുടെ ഭംഗിയും കുറയും. അടുത്തത് ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ഇഫക്റ്റ് ഓഫ് ഗ്രീവിയൻസ് എംപ്ലോയീസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഈ 4 പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായെങ്കിൽ വേഗം ആണെന്ന് പറയണോട്ടാ. എന്തെങ്കിലും പറയാം. നെക്സ്റ്റ് വൺ, ഇനി മാനേജേഴ്സിനെ ഇതെങ്ങനെയാ ബാധിക്കാം? മാനേജേഴ്സിനെ എങ്ങനെയാണ് ഗ്രീവിയൻസ് ഇഫക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ്? നെഗറ്റീവ്ലി ഇഫക്ട്സ് ദ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻ. കണ്ടോ? ഓക്കെ. മാനേജ്മെന്റിനെ എഫക്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് സുപ്പീരിയർ ആയിട്ടുള്ള ആളുകളാണ്, ടോപ്പ് ലെവലിലുള്ളവരാണ്. അപ്പൊ അവിടുത്തെ ഏറ്റവും താഴെയുള്ളവരൊക്കെ, അതുപോലെ അതിന്റെ താഴെയുള്ളവരെയൊക്കെ നമ്മൾ സബോർഡിനേറ്റ്സ് എന്ന് വിളിക്കും, അല്ലെ? താഴെ കീഴ് ജീവനക്കാരാണ്. അവരൊക്കെ അവരും ഇവരും തമ്മിലുള്ള ഒരു ബന്ധം അങ്ങോട്ട് നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ടോ? കാരണം മാനേജ്മെന്റിനോടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം പരാതികളും പരിഭവങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം. സോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹാൻഡിൽഡ് ഓർ സോൾവ്ഡ്, ഇത്തരം പ്രോബ്ലംസ് ഒന്നും നല്ല രീതിയിൽ സോൾവ് ചെയ്തില്ല, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യും? നല്ലൊരു ബന്ധം സൂക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ എന്റെ ഒരു ആവശ്യം പറഞ്ഞു, മാനേജ്മെന്റ് അത് കേൾക്കുന്നില്ല. അത് എന്താ പറയാ ഒരു ന്യായമായ ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ ന്യായമായ ഒരു എന്റെ ഒരു റൈറ്റ്, ഒരു അവകാശമാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അവരതിന് യാതൊരു രീതിയിലും റെസ്പോണ്ട് ചെയ്തില്ല. അത് ചെവി എന്താ പറയാ കേട്ടിട്ടും അറിയാത്ത പോലെ, അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ ഒന്നും ഇല്ലാതെ അത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റും? എനിക്കും എന്റേതായ ഒരു എന്താ പറയാ നമ്മൾക്ക് ഒരു അകൽച്ച, അല്ലെ? നമ്മളത് പറഞ്ഞിട്ട് അവരത് ഇത്രയും നാളായിട്ട് അതിന് പരിഹാരമില്ല, അല്ലെങ്കിൽ അത് എനിക്കൊന്നും സാധിച്ചു തന്നില്ല എങ്കിൽ എന്ത് പറ്റും? ആ ഒരു ബന്ധം, ആ സുപ്പീരിയർ അതുപോലെ തന്നെ സബോർഡിനേറ്റുമായിട്ടുള്ള ആ ഒരു ബന്ധം ഉണ്ടാകുക നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും. നമുക്കൊരു ബന്ധം സൂക്ഷിക്കാൻ തോന്നില്ല. അത്ര തന്നെ. ഇൻക്രീസ് ഇൻ ഇൻഡിസിപ്ലിൻ കേസസ്, അതായത് ഇൻഡിസിപ്ലിൻ ആയിട്ട്, അതായത് എംപ്ലോയീസ് ഒന്നും ശരിയായ രീതിയിൽ ജോലി ചെയ്യില്ല, ഡിസിപ്ലിൻഡ് ആയിട്ട് വരില്ല, കൃത്യസമയത്ത് വരിക, കൃത്യസമയത്ത് പോകുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സാധനമേ അവിടെ ഉണ്ടാവില്ല. അത് മാനേജ്മെന്റിനെയും കൃത്യമായി ബാധിക്കും. കൃത്യമായ സമയത്ത് ജോലിക്ക് എംപ്ലോയീസ് വരാതിരിക്കുക, അതൊക്കെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ പറയുന്ന പോരായ്മകൾ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അത് മാനേജ്മെന്റിനെ കൃത്യമായും ബാധിക്കും. ക്രിയേറ്റ്സ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഡിസ്റ്റർബൻസ് ഓർ ടേൺ ഓയിൽ ആൻഡ്, അത് ടേൺ ഓയിൽ ആൻഡ് ഒന്നും വേണ്ട, ആൻഡ് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞില്ല. അപ്പൊ എന്താണ് ഈ പറയുന്ന പോലെ നമ്മളുടെ ഇവിടെ ഒരു എന്താ പറയാ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഉണ്ടാകുക. ഡിസ്റ്റർബ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ?
ടേൺ ഓവർ പറഞ്ഞുതരാം. ഡിസ്റ്റർബ്ഡ് എന്ന് വെച്ചാൽ ഈ കലഹം, കലാപം ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവില്ല. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയാ എന്തെങ്കിലും മാനേജ്മെന്റ് പറഞ്ഞാൽ തന്നെ, കാരണം മാനേജ്മെന്റിനോട് നമ്മളുടേതായ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് അവരതിന് സൊല്യൂഷൻസ് കൊടുക്കുന്നില്ല, കണ്ടെത്തുന്നില്ല, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ മാനേജ്മെന്റ് എന്തെങ്കിലും രീതിയിൽ അവരുടെ സബോർഡിനേറ്റ്സിനോട് അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിനോട് എംപ്ലോയീസിനോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ എപ്പോഴും എന്താ അവർ നെഗറ്റീവായിട്ട് എടുക്കുകയുള്ളല്ല. ഒരു നല്ലൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാവില്ല, എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹവും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ. അപ്പൊ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പറഞ്ഞേക്കുന്നത്, ക്രിയേറ്റ്സ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഡിസ്റ്റർബൻസ് ഓർ ടേൺ ഓയിൽ. ടേൺ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപം, കലഹം, പ്രശ്നങ്ങള്, കുഴപ്പങ്ങള്, അതൊക്കെയാണ് കേട്ടോ. ഒന്ന് എഴുതി വെച്ചേക്കും അവിടെ. ഇനി ഇൻക്രീസ് ദ ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ, കൺട്രോൾ ആൻഡ് ഫോളോ അപ്പ്. ഇനി എന്ത് പറ്റും? ആൾക്കാർക്ക് അവരുടെ പ്രശ്നങ്ങളും പരാതികളും എന്താ പറയാ തീർത്ത് കൊടുക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിനൊന്നും സൊല്യൂഷൻസ് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും എന്നറിയാമോ? മാനേജ്മെന്റ് ഇടയ്ക്കിടയ്ക്ക് അവരെ സൂപ്പർവിഷൻ നടത്തേണ്ടി വരും. ജോലിക്കാരും മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യേണ്ടി സൂപ്പർവിഷൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും. കാരണം എന്താ? അവർക്ക് തന്നെ മനസ്സിലായി എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യില്ല. കാരണം അവരുടെ ആവശ്യങ്ങൾ, പരാതികൾ, പരിഭവങ്ങൾ നമ്മൾ ചെവി കൊടുത്തിട്ടില്ല, അതിന് സൊല്യൂഷൻസ് കണ്ടിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? എംപ്ലോയീസ് ഉഴപ്പും എന്ന് നമ്മൾ തൊട്ടുമുകളിൽ കണ്ടു. ലോ എംപ്ലോയി മൊറൈൽ, മനസ്സിലായോ? നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് അവരവരുടെ ജോലി ചെയ്യൂല എന്നറിയാം. അപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി സൂപ്പർവിഷൻ നടത്തേണ്ടി വരും. അപ്പൊ സൂപ്പർവിഷനും കൺട്രോളും ഫോളോ അപ്പും എന്ത് ചെയ്യേണ്ടി വരും? കൂട്ടേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് പോയി സൂപ്പർവിഷൻ നടത്തണം. അവര് ചെയ്യുന്നില്ല എങ്കിൽ അവരെ നിയന്ത്രിക്കണം, അല്ലെ? അവർക്ക് വേണ്ടതായിട്ടുള്ള എന്താ പറയാ കാര്യങ്ങൾ ട്രെയിനിങ് കൊടുക്കണം, അല്ലെ? ഇതൊക്കെ ഭയങ്കര തൊല്ലുപിടിച്ച കാര്യമാണ്. അപ്പൊ ഇതൊക്കെ മാനേജ്മെന്റിന് അനുഭവിക്കേണ്ടി വരുന്ന ഗ്രീവിയൻസ് കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ്. അപ്പൊ മൂന്ന് കൂട്ടരെ, എംപ്ലോയീസിനെയും ഗ്രീവിയൻസ് ബാധിക്കുന്നുണ്ട്, പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട്, മാനേജ്മെന്റിനെയും ബാധിക്കുന്നുണ്ട്. ഈ മൂന്ന് രീതിയിലും ഗ്രീവിയൻസ് ഇഫക്ട് ചെയ്യും. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഗ്രീവിയൻസ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നമ്മൾ അതിന് സൊല്യൂഷൻസ് കണ്ടെത്തണം, നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഏതൊരു ഓർഗനൈസേഷന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഈ മൂന്ന് ഇഫക്റ്റും, ഗ്രീവിയൻസിന്റെ ഇഫക്റ്റുകളും മൂന്ന്, പ്രൊഡക്ഷൻ, എംപ്ലോയീസിനെ, പിന്നെ മാനേജേഴ്സിനെ, അത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. മൂന്നിലും 4 പോയിന്റ് വീതമുണ്ട്. ടിക്ക് ഇട്ടേക്കാം അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. അപ്പൊ ചിലർക്ക് ഇങ്ങനെ ചോദിക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഇഫക്റ്റ് ഓഫ് ഗ്രീവിയൻസ് ഓഫ് എംപ്ലോയീസ്? എംപ്ലോയീസിന് ഇഫക്ട് ചെയ്യുന്ന ഗ്രീവിയൻസുകൾ താഴെ പറയുന്നതിൽ ഏതാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 3 എംപ്ലോയീസിന്റെ വേറെ ഏതെങ്കിലും തന്നിട്ട് എംപ്ലോയീസിന്റെ ഒരെണ്ണം മാത്രമൊക്കെ തരും. ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറില്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏതാ? ഇതാണോ? ഇൻക്രീസ് ഇൻ ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ. അതായത് എംപ്ലോയീസ് ഒക്കെ ജോലി ചെയ്യണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് സൂപ്പർവൈസ് ചെയ്യണ്ടേ? ആ സൂപ്പർവിഷന്റെ അളവ് കൂട്ടേണ്ടി വരും. ചിലപ്പോ മാസത്തിലൊരിക്കലാണ് പണ്ടൊക്കെ സൂപ്പർവിഷൻ നടത്തിയിരുന്നത്. പക്ഷെ കഴിഞ്ഞൊരു മാസം എംപ്ലോയീസിന് ഉണ്ടാകുന്ന ചില പരാതികളും പരിഭവങ്ങളും ഒക്കെ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷെ അതിന് നമ്മൾ ശരിയായ രീതിയിൽ ഒരു സൊല്യൂഷൻ അവർക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? മാനേജ്മെന്റ് ശരിയായ രീതിയിൽ അതിന് പ്രതികരണം തന്നില്ല, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്തില്ല, നല്ല രീതിയിൽ അത് സൊല്യൂഷൻ കൊടുക്കാത്തതുകൊണ്ട് എംപ്ലോയീസ് പലരും ഉഴപ്പും. എന്ത് ചെയ്യും? അവരുടെ ജോലിയിൽ അവർ ഉഴപ്പ് കാണിക്കും. നമ്മൾ അത് കാര്യം ഉന്നയിച്ചിട്ട് നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടിയില്ലല്ലോ, അല്ലെ? നമ്മളുടേതായ അവകാശമല്ലേ നമ്മൾ ചോദിച്ചത്, അതപ്പോ സാധിച്ചു തരേണ്ടത് മാനേജ്മെന്റിന്റെ ജോലിയല്ലേ എന്നൊക്കെ വിചാരിക്കും. അപ്പൊ അതിനൊന്നും സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് എംപ്ലോയീസ് തീർച്ചയായിട്ടും ഉഴപ്പ് കാണിക്കും. ഉഴപ്പ് കാണിക്കുമ്പോൾ അവർ ഉഴപ്പ് കാണിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? മാസത്തിൽ നടത്തിയിരുന്ന സൂപ്പർവിഷൻ ചിലപ്പോൾ ആഴ്ചയിലാക്കേണ്ടി വരും. മനസ്സിലായ? കാരണം ഞാനിപ്പോ നമ്മളിവിടെ ജോലിക്കാര്, എംപ്ലോയീസ്, ടീച്ചേഴ്സ് വന്നിരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ചില ആവശ്യങ്ങള് അവരോട് പറഞ്ഞു, ഇത് എങ്ങനെയൊക്കെയാണ്, നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്, നമ്മളിവിടെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചില നമ്മൾ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പൊ അവര് നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻസ് തന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ നമ്മൾ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് നമ്മളുടേതായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? പല രീതിയിൽ ഉഴപ്പും. നമുക്കതൊരു സൗകര്യമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല രീതിയിൽ ഉഴപ്പുകൾ കാണിക്കുന്നു. ആ ഉഴപ്പ് കാണിക്കുന്നത് ഉണ്ടാകുമെന്ന് എന്തായാലും അവർക്കറിയാം മാനേജ്മെന്റിന്. കാരണം എന്താ? അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ആവശ്യങ്ങൾ സാധിച്ചിരുന്നെങ്കിൽ എന്ത് പറ്റും? എംപ്ലോയീസ് എല്ലാം നല്ല കമ്മിറ്റ്മെന്റോടുകൂടി അവരുടെ ജോലി ചെയ്യും. തീർച്ചയാണ്, എല്ലാ രീതിയിലും അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ. അപ്പൊ നമ്മൾ ആവശ്യത്തിൽ നോക്കി വേണ്ട, കാരണം അവരെല്ലാം പെർഫെക്റ്റ് ആണ്, അവരെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തോളും എന്നുള്ളൊരു വിശ്വാസം.
ഒരു ട്രസ്റ്റ് വർത്തിനെസ് അല്ലെ, ഒരു ഫെയ്ത്ത്, അവരും ഇവരും തമ്മിലൊരു നല്ലൊരു റിലേഷൻ. നേരത്തെ പറഞ്ഞല്ലോ നെഗറ്റീവ് ആയിട്ടുള്ള റിലേഷൻ ആയിരിക്കും സബോർഡിനേറ്റ്സും സുപ്പീരിയേഴ്സും തമ്മിലെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഗ്രീവിയൻസുകൾ ഹാൻഡിൽ ചെയ്ത് പോയാൽ അങ്ങനെ ഉണ്ടാകും. അതല്ലെങ്കിലാണ് ഈ പറയുന്ന കാര്യമൊക്കെ ഉണ്ടാകുക. ഇപ്പൊ ക്ലിയർ ആയോ? ചോദിച്ചാൾക്ക് ക്ലിയർ ആയോ? ചോദിച്ചാൽ പോയാ? യെസ്, ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഇഫക്ട്സ് ഓഫ് ഗ്രീവിയൻസ് ആ പറഞ്ഞ, ഗ്രീവിയൻസിന്റെ അനന്തര പ്രത്യാഘാതങ്ങൾ, അനന്തര ഫലങ്ങൾ എന്നൊക്കെ പറയും അതിനെ കേട്ടോ. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രൊഡക്ഷനെ ബാധിക്കും, എംപ്ലോയീസിനെ ബാധിക്കും, മാനേജേഴ്സിനെയും ഗ്രീവിയൻസ് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്തിരിക്കും തീർച്ചയായും ബാധിക്കും. അടുത്തത് ഗ്രീവിയൻസ് റീഡ്രസൽ പ്രൊസീജിയർ ആണ്. ഇത് റീഡ്രസൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഗ്രീവിയൻസിനെ പരിഹരിക്കുന്ന പ്രൊസീജിയേഴ്സ് അല്ലെ, ഗ്രീവിയൻസ് പരിഹാര പ്രൊസീജിയേഴ്സ് പ്രക്രിയകളാണ്. അപ്പോ നമ്മൾ പറഞ്ഞു ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ ഗ്രീവിയൻസ് എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഇസ് ദ എന്താ പറയാ, അതിനോണ്ടുണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്റ്റുകൾ മച്ചാണ്, മോറാണ്. പ്രൊഡക്ഷനെ ബാധിക്കും, എംപ്ലോയീസിനെ ബാധിക്കും, മാനേജേഴ്സിനെ ബാധിക്കും. ഇതെല്ലാത്തിനെയും ബാധിച്ചു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ആകെ കൊള്ളാം എന്നാണ്. ഓർഗനൈസേഷൻ്റെതായ യാതൊരു രീതിയിലുള്ള പോസിറ്റീവ്നെസ്സും അവിടെ ഉണ്ടാവില്ല. എല്ലാം എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് ആയിട്ടായിരിക്കും ആ ഓർഗനൈസേഷനെ ബാധിക്കുക. അപ്പൊ സോ ഇറ്റ് ഷുഡ് ബി കൺട്രോൾഡ്. ഇത്തരം ഗ്രീവിയൻസുകളെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഇറ്റ് ഈസ് എ ഫോർമൽ സിസ്റ്റം ഫോർ ഡീലിംഗ് വിത്ത് ദ എംപ്ലോയീസ് ഗ്രീവിയൻസ്. അതായത് നമ്മുടെ എംപ്ലോയീസിന്റെ ഗ്രീവിയൻസുകളെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള ഒരു ഔപചാരികമായ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ഗ്രീവിയൻസ് റീഡ്രസൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു പരിഹാര മാർഗം. എംപ്ലോയീസിന് ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, പരാതികൾ, പരിഭവങ്ങളൊക്കെ ഔപചാരികമായിട്ട് ഒഫീഷ്യലായിട്ട് അതെങ്ങനെ പരിഹരിക്കും എന്നുള്ള ഒരു സമ്പ്രദായം, ആ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഗ്രീവിയൻസ് റീഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ആ സെന്റൻസ്? എന്താണ് ഗ്രീവിയൻസ് റീഡ്രസൽ പ്രൊസീജിയർ എന്നാണ് ചോദിച്ചേക്കണേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീവിയൻസ് റീഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോർമൽ സിസ്റ്റം, ഒരു ഔപചാരികമായ ഒരു സിസ്റ്റമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഹാൻഡിലിംഗ് ഓർ ഫോർ ഡീലിംഗ് വിത്ത് എംപ്ലോയി ഗ്രീവിയൻസ്. എംപ്ലോയീസിന്റെ ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഔപചാരികമായ ഒരു സമ്പ്രദായമാണ് ഗ്രീവിയൻസ് റീഡ്രസൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തില്ല. അതിന് മറ്റൊരു പേരും ഉണ്ട് കേട്ടോ. ഗ്രീവിയൻസ് റീഡ്രസൽ പ്രൊസീജിയറും ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയറും ഒന്ന് തന്നെയാണ്. അണ്ടർലൈൻ ചെയ്യാം. ആർക്കെങ്കിലും ആ സെന്റൻസ് മനസ്സിലാവാത്തതുണ്ടോ? ചിലർക്ക് ചിലപ്പോ അത്രയും നമുക്കറിയാം, ഏറ്റവും എന്താ പറയാ, ചിലപ്പോ കുറെ ഗ്യാപ്പുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും അത് ഒറ്റയടിക്ക് ഇംഗ്ലീഷ് അത് വായിച്ചാൽ മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത്. പിന്നെ തന്നെയല്ല, അതൊരു ഇമ്പോർട്ടന്റ് സെന്റൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിരിക്കാം. ഇനി ഇതിനകത്ത് അപ്പൊ എങ്ങനെ, ഹൗ ക്യാൻ ബി സക്സസീവ്ലി മാനേജ് ദിസ്? മനസ്സിലായി? ഓക്കെ. ഹൗ ക്യാൻ ബി സക്സസ്ഫുള്ളി ഓർ സക്സസീവ്ലി മാനേജ് ദിസ് ഗ്രീവിയൻസ്? എങ്ങനെയാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇത്തരം ഗ്രീവിയൻസുകളെ പരിഹരിക്കാൻ പറ്റുക? സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായിട്ട് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് ഒറ്റയടിക്ക് പറ്റുന്ന കാര്യമല്ല. ഇറ്റ് ഇൻക്ലൂഡ് സെവറൽ സ്റ്റെപ്സ്. അതിനകത്ത് ഒരുപാട് എന്താ പറയാ സ്റ്റെപ്പുകളുണ്ട്, എന്താ പറയാ പടികളുണ്ട്. ഒരുപാട് ഒറ്റ ഒരു എന്താ പറയാ സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ആ ഒരു ഗ്രീവിയൻസുകളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പടിപടിയായിട്ട് ചില കാര്യങ്ങൾ ചെയ്താണ് അതിന്റെ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക്, ശരിയായ രീതിയിലുള്ള പരിഹാരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് ചാടി കിടക്കാൻ പറ്റുന്നതല്ലാന്ന്. അപ്പൊ നമ്മൾ മുകളിലേക്ക് ഇറങ്ങി ഒരുപാട് സ്റ്റെപ്പുകൾ വേണം അല്ലെ, എന്ന് വെച്ചാൽ അത്രയും ഹൈറ്റിലേക്ക് എത്താനാണ്. അപ്പൊ ഒരുപാട് സ്റ്റെപ്പുകൾ വേണം. അതേസമയം നമ്മുടെ നിൽക്കുന്ന നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് താഴോട്ടാണെങ്കിൽ ചിലപ്പോൾ 1-2 സ്റ്റെപ്പ് മതി അല്ലെ. അപ്പൊ എന്ന് വെച്ചാൽ അത്രയും ദൂരമില്ല നമ്മുടെ ഭൂമിയുമായിട്ട്. അപ്പൊ മുകളിലേക്ക് കയറുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ നമ്മുടെ ഗ്രീവിയൻസ് എന്ന് പറയുന്നത് പരിഹരിക്കപ്പെടേണ്ട വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ പരിഹരിക്കാനായിട്ട് എന്താ പറയാ കൂട്ടായിട്ടുള്ള എല്ലാവരുടെയും ഡിസ്കണ്ടന്റ്മെന്റ്, ഇത്തരം അതൃപ്തികളെയൊക്കെ പരിഹരിക്കാനായിട്ട് ഒറ്റയടിക്ക് പറ്റില്ല. അതിനകത്ത് ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ തന്നെ അവർ പറയുന്നത് എന്താണെന്നറിയോ, ഒരു ലാർജ് ഓർഗനൈസേഷനിലാണെങ്കിൽ, ഒരു വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ we know that there will be a large number of employees. കൂടുതൽ എംപ്ലോയീസ് ഉണ്ടായിരിക്കും അല്ലെ. എന്ന് വെച്ചാൽ അവരുടെ ഹൈറാർക്കിക്കൽ ലെവൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ആ തട്ടുകൾ ചിലപ്പോൾ ഏറ്റവും താഴെയുള്ള വർക്കേഴ്സ്, അതിന്റെ മുകളില് അവരുടെ വർക്കേഴ്സിന്റെ തൊട്ടു മുകളിലുള്ള ചില ലെവല്,
അതായത് ലോവർ ലെവലിനേക്കാളും മുകളിലുള്ള ലെവൽ ഓഫ് എംപ്ലോയീസ്, അതിനേക്കാളും മുകളില്, അതിന്റെ മുകളില് ചില വലിയ വലിയ ഓർഗനൈസേഷനിൽ ആ ഹൈറാർക്കി ഇങ്ങനെ കൂടുതൽ കൂടുതൽ നിലയായിട്ട് ഇങ്ങനെ പോകും. എന്ന് വെച്ചാൽ ഒരുപാട് ഏറ്റവും ടോപ്പിൽ നിന്ന് തുടങ്ങി താഴേക്ക് ചിലപ്പോൾ 5-6 ലെവൽ കഴിഞ്ഞിട്ടായിരിക്കും ഏറ്റവും താഴെയുള്ള വർക്കേഴ്സിലേക്ക് എത്താം. അതിന്റെ ഇടയിലൊക്കെ പലതരത്തിലുള്ള മാനേജേഴ്സ്, എക്സിക്യൂട്ടീവ്സ്, എന്താ പറയാ ഡയറക്ടേഴ്സ്, പിന്നെ പ്രൊപ്പറേറ്റർ, അങ്ങനെയൊക്കെ കുറെ ലെവൽ ഓഫ് എംപ്ലോയീസ് അങ്ങനെ ഉണ്ടായിരിക്കും. അത് വലിയ വലിയ ഓർഗനൈസേഷനിൽ. അതേസമയം ചെറിയ ഓർഗനൈസേഷൻസിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് കുറവായിരിക്കും, ഹൈറാർക്കിക്കൽ ലെവലും കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്ക് ഏതിലായിരിക്കും കൂടുതൽ ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് കൂടുതൽ സ്റ്റെപ്സ് ഇൻവോൾവ് ആവേണ്ടത്? ലാർജ് ഓർഗനൈസേഷനിലാണ്. കാരണം അവിടെ കൂടുതൽ എംപ്ലോയീസ് ഉണ്ട് അല്ലെ. വലിയ വലിയ ഓർഗനൈസേഷനിൽ ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മുടെ ലുലു പോലെയുള്ള വലിയ ഓർഗനൈസേഷൻ, ലുലു എന്ന് പറയുന്ന ഒരു വലിയ സംരംഭമാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കറിയാം. ആൻഡ് ഓൾസോ വി ക്യാൻ സീ ദർ ആർ എ ലോട്ട് ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് അല്ലെ. പോയിട്ടില്ലേ ലുലുവില്? എല്ലാവരും പോയിട്ടില്ലേ? നിങ്ങളുടെ അടുത്തൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടാവും. നമ്മുടെ എറണാകുളത്തുണ്ട്, പിന്നെ അതുപോലെ തന്നെ പോയിട്ടുണ്ടായിരിക്കും, എവിടെയെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. കാരണം അതൊക്കെ വലിയ സംരംഭമായതുകൊണ്ട് ഒരുപാട് നമ്മളൊരു എന്താ പറയാ ഒരു വിസിറ്റ് നടത്താൻ എപ്പോഴെങ്കിലും സമയം ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ പറയുന്ന എവിടെയെങ്കിലും 2 സ്ഥലങ്ങളിലായിട്ടുള്ളടത്ത് അല്ലെ. അതുപോലെ തന്നെ ഔട്ട് ഓഫ് കൺട്രിയിലും ഉണ്ട് ലുലുവിന്റേതായ അതിന്റെ വലിയ വലിയ ഓർഗനൈസേഷൻസ്. അപ്പൊ നമ്മളുടേതായ ഒരു വലിയ അത്ഭുതം നമുക്ക് തോന്നുന്ന ഇത്തരം ഒരു സ്ഥലങ്ങളിലൊക്കെ നമ്മള് കിട്ടുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒക്കെ പോയിട്ടുണ്ടായിരിക്കും. നമുക്ക് കാണാം അവിടെ ചെന്നാല് അവിടെ എന്താ പറയാ ക്യാഷിൽ തന്നെ എത്ര ക്യാഷ് എന്താ പറയാ പേയ്മെന്റ് നടത്തുന്ന സ്ഥലങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ മറ്റ് ഓരോ യൂണിറ്റുകളിലും നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോരോ സ്റ്റാഫാണ്. അപ്പൊ ലോട്ട് ഓഫ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അല്ലെ. അവിടെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരം ഗ്രീവിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദർ വിൽ ബി എ ലോട്ട് ഓഫ് എംപ്ലോയീസ്. അവിടെ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്രീവിയൻസുകളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും എന്താണ് കൂടുതൽ സ്റ്റെപ്സ് ആവശ്യം വരും. അതേസമയം സ്മോൾ ഓർഗനൈസേഷൻസ്, ചെറിയ സൂപ്പർ മാർക്കറ്റ്, നമ്മുടെ അടുത്തൊക്കെ ഉള്ള ചെറിയ സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ 1-2 ക്യാഷ് ഉണ്ടാവുള്ളൂ, കുറച്ച് ജോലിക്കാരുണ്ടായിരിക്കും. അവിടെ അത്ര വലിയ കാര്യമായിട്ട് നമ്മൾ ഗ്രീവിയൻസുകൾ ഉണ്ടായാലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വലിയ സ്റ്റെപ്സ് ഒന്നും ആവശ്യമില്ല. സോ ഇറ്റ് ഈസ് ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന്റെ വലിപ്പം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഓക്കെ, ഓർഗനൈസേഷന്റെ വലിപ്പം കൂടുതലാണ്, അപ്പൊ എംപ്ലോയീസിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യാനും കുറെ സ്റ്റെപ്സ്, കുറെ കാര്യങ്ങൾ പടിപടിയായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അതേസമയം ഓർഗനൈസേഷൻ ചെറുതാണ്, അവിടെ എംപ്ലോയീസിന്റെ എണ്ണം കുറവാണ്, അവിടെ നമുക്ക് ഗ്രീവിയൻസുകൾ എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? മനസ്സിലായോ? അതാണ് 2-3 കുഞ്ഞു പാരഗ്രാഫ് പോലെ പറഞ്ഞേക്കണേ. ക്ലിയർ ആണോ? ആണെങ്കിൽ പറ, അല്ലെങ്കിൽ എനിക്ക് വീണ്ടും പറയേണ്ടി വരും. നമ്മള് സമയം കളയണ്ട വെറുതെ. മനസ്സിലായ? ഇവിടെ ഒരു ഒന്നും പറയണില്ലേ? പോയ എല്ലാവരും എഴുന്നേറ്റ്. ഓക്കെ, ഇപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാരൊന്ന് ടൈപ്പ് ചെയ്യണേ. ഇപ്പുറത്താണ് ടബ് വരുന്നത്, അത് നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ ഈ സാധനം പ്രസന്റ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, നിങ്ങളിവിടെ കുറച്ച് പേര് ക്ലിയർന്ന് വെച്ചൊക്കെ ഇടുന്നുണ്ട്, അവരുടെ മറുപടി കേൾക്കാനോ കാണാനോ ആണ് നോക്കിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടതെന്ന് പറയാം. ആദ്യത്തെ പാരഗ്രാഫിൽ ആദ്യത്തെ സെന്റൻസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തല്ലോ ഞാൻ പറഞ്ഞത്. ഓക്കെ, അടുത്തത് a grievance handling procedure is essential in a large organization because the number of employees and the hierarchical levels are more. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അങ്ങനെയുള്ള സ്ഥലത്ത് കൂടുതൽ എംപ്ലോയീസ് ഉള്ളതുകൊണ്ട് മാനേജർമാർക്ക് എല്ലാവരെയും ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസിനെയൊക്കെ പോയി നോക്കി സൂപ്പർവൈസ് ചെയ്ത് അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അതാണ് എഴുതിയേക്കുന്നത്. As a result, the manager is unable to keep an eye on each individual or be involved in every working area of the organization. അതുകൊണ്ട് മാനേജർക്ക് ഓരോ ആൾക്കാരെയും പോയി അവരിലൊക്കെ ഇങ്ങനെ ഓരോ കണ്ണ് വെച്ച് അവരെ നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലാർജ് ഓർഗനൈസേഷൻ ആണ്, ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട്. ഓക്കെ, അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇൻ എ സ്മോൾ ഓർഗനൈസേഷൻ, അതേസമയം ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ knowledge and contact is possible to a large extent, therefore need for a formal grievance procedure is reduced. അവിടെ എന്താ പറയാ ഗ്രീവിയൻസ് പ്രൊസീജിയേഴ്സ് വളരെ കുറവായിരിക്കും. എന്നുവെച്ചാൽ ഒരുപാട് സ്റ്റെപ്പ് ഒന്നുമില്ല, പെട്ടെന്ന് നമ്മൾക്ക് ഗ്രീവിയൻസുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ചെറിയ ഓർഗനൈസേഷൻ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, കിട്ടിയോ? ഏതൊക്കെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്? കിട്ടിയില്ലേ?
യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓർഗനൈസേഷൻ സൈസ് in which the steps of the grievance handling procedures will be more or less. അതായത് ഒരു ഓർഗനൈസേഷന്റെ വലിപ്പമാണ് അതിനകത്ത് എത്ര സ്റ്റെപ്പ് അല്ലെങ്കിൽ എത്ര പടിപടിയായിട്ടാണ് നമുക്ക് ഒരു ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, അത് കുറച്ച് മതിയോ കൂടുതൽ വേണോ എന്നുള്ളത് സൈസ് ഓഫ് ദ ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു എന്താ പറയാ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ പടിപടിയായിട്ട് നമ്മൾ നടത്തിയാണ് ഒരു ഗ്രീവിയൻസിനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ഫ്ലോ ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് എഴുതിന്നോ ടിക്കോ എന്തെങ്കിലും വെച്ചിരിക്കുക. So which are the steps involved in grievance handling? Grievance handling procedure ഉൾപ്പെട്ടിരിക്കുന്ന പടികൾ ഏതൊക്കെയാണത്? Identification of grievances, define correctly, data collection, analyze and solve, prompt redressal, implementation and follow up. ഓക്കെ, അപ്പൊ ഇതാണ് കണ്ടല്ലോ പരിപാടിയായിട്ട്. ആദ്യം തന്നെ നമ്മള് ഗ്രീവിയൻസ് ഐഡന്റിഫൈ ചെയ്യുക. എന്നത് പരാതി, പരിഭവം അല്ലെങ്കിൽ പ്രശ്നം, ഡിസാറ്റിസ്ഫാക്ഷൻ എന്തിന്റെയാണ് അതിന്റെ അവസാനം മനസ്സിലാക്കുക. അത് കഴിഞ്ഞത് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അതൊക്കെ ഇവിടെ എക്സ്പ്ലനേഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അന്നേരം പറയും. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക. അത് കളക്ട് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്യുക. ഡാറ്റ കളക്ട് ചെയ്തത് അനലൈസ് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക. എന്നിട്ട് പ്രോംപ്റ്റ് ആയിട്ട് അതിന് പരിഹരിക്കുക, കൃത്യമായി പരിഹാരം. അതിനുശേഷം ആ പരിഹാരം നടപ്പിലാക്കുക, അത് ഫോളോ അപ്പ് ചെയ്യുക. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പരിഹാരം മനസ്സിലാക്കി, ആ പരിഹാരം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതപ്പൊ തന്നെ നടപ്പിലാക്കണം. എങ്ങനെ? അത് വർക്കേഴ്സിനെ അറിയിച്ച് കാര്യം നടപ്പിലാക്കുക. അത് എന്നിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തോട് നോക്കാതിരിക്കുകയല്ല. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പരിഹരിച്ചു കൊടുത്തു, അതിനെന്തെങ്കിലും ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നറിയണ്ടേ, അതിനാണ് ഫോളോ അപ്പ് എന്ന് പറയാം. ഓക്കെ അല്ലേ? മനസ്സിലായോ? ആ ഫ്ലോ ചാർട്ട് മനസ്സിലായോ? ഫ്ലോ ചാർട്ടിന്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ പറയാനിത് കൃത്യമായിട്ട് അതിന്റെ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് ഒരു എന്താ പറയുക ഗ്രീവിയൻസ് റീഡ്രസൽ പ്രൊസീജിയറിന്റെ സ്റ്റെപ്സിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് വൺ ആണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവിയൻസ്. എന്താണ് ഗ്രീവിയൻസ്? എന്താണെന്ന് മനസ്സിലാക്കുക. എംപ്ലോയീസിന്റെ പരാതി എന്താണ്? ചിലപ്പോ അവരത് മാനേജർമാരെ അറിയിച്ചിട്ടുണ്ടാവില്ല. അറിയിക്കാത്തതാണെങ്കിൽ എന്നുവെച്ചാൽ അവര് ഡിസ്ക്ലോസ്ഡ് ടു ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന് ഇവരുടെ പരാതിയോ പരിഭവോ അവരുടെ ഡിസ്കണ്ടന്റ്മെന്റ് എന്തിലാണ് അവർക്ക് തൃപ്തിക്കുറവ് ഉള്ളത് അത് അവരവിടെ അറിയിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതെന്താണെന്ന് അറിയുക. ആരുടെ അടുത്ത് പോയി അറിയണം? എംപ്ലോയീസിന്റെ അടുത്ത് പോയി അറിയണം. ചിലപ്പോൾ എംപ്ലോയീസിന്റെ എല്ലാവരെയും അടുത്ത് പോകണ്ട. റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് ചിലപ്പോ 1-2 ആൾക്കാരുണ്ടായിരിക്കും. അവരെ വിളിക്കുക, ചോദിക്കുക എന്താണ് നിങ്ങളുടെ പ്രശ്നം അല്ലെ? അവരെ വിളിച്ച് മാനേജ്മെന്റ് എന്തായാലും അവരുടെ അടുത്തേക്ക് പോകില്ല. അപ്പൊ അവിടെ എന്തെങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, അതിന്റെ കൃത്യമായ രൂപരേഖ എന്താണെന്ന് നമുക്കറിയില്ല എന്നൊരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു മേക്ക് സം കോൺടാക്ട് വിത്ത് ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ആരെങ്കിലുമൊക്കെ ഒരാളുണ്ടാവുമല്ലോ, നേതൃത്വം വഹിക്കുന്ന ആള്. അങ്ങനെ ഉണ്ടാവാറുണ്ട് എപ്പോഴും. ഒരു ഗ്രൂപ്പ് ആയിട്ടൊക്കെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അവിടെ ആരെങ്കിലും ഒരാള് നേതൃത്വം വഹിക്കാനുണ്ടാവും. സ്വമേധയാ ചിലപ്പോൾ നേതൃത്വം വഹിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അവർ തന്നെ നേതൃത്വമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇതൊക്കെ നോക്കിക്കോളൂട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക എന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെ മാനേജ്മെന്റ് ഏൽപ്പിച്ചു കൊടുത്തായിരിക്കും. ചിലപ്പോ ആ ഒരു എന്താ പറയാ അവിടെ നടക്കുന്ന ജോലിയുടെ ആ ഒരു ഭാഗമായിട്ട് ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് ചിലപ്പോ ഒരാളെ എല്ലാവരും കൂടി ചിലപ്പോ അങ്ങനെ ആക്കിയതാകാം. ചിലപ്പോ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവരായിരിക്കാം സംസാരിക്കുക. ഓക്കെ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ വിളിച്ചു വരുത്തുക. എന്നിട്ട് എന്താണ് വാട്ട് ഈസ് ദ പ്രോബ്ലം അല്ലെ, നിങ്ങളുടെ പ്രശ്നം എന്താണ് നമ്മളെ അറിയിക്കുക. കൃത്യമായിട്ട് അറിയിക്കാൻ വേണ്ടി ആദ്യം തന്നെ ആ ഗ്രീവിയൻസ് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ക്ലിയർ ആയോ? മനസ്സിലായോ? മനസ്സിലാക്കി പറയണോട്ടോ. എന്താണെന്ന് അറിയാൻ പാടില്ലാതെ നിങ്ങൾ പഠിക്കരുത്, മനസ്സിലാക്കി തന്നെ പഠിക്കാം. അടുത്ത രണ്ടാമത്തെ എന്താ? അടുത്ത സ്റ്റെപ്പ് എന്താ? അപ്പൊ നമ്മള് ഗ്രീവിയൻസ് എന്താണെന്ന് അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ഷുഡ് ഡിഫൈൻ ഇറ്റ് കറക്റ്റ്ലി. അതെന്താണെന്ന് നമ്മൾക്ക് അത് നിർവചിക്കാൻ പറ്റണം. ഇതാണ് ഇവരുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാക്കണം. അല്ലാതെ അവര് വന്ന് എന്തൊക്കെയോ പറഞ്ഞു, ഇതൊക്കെ എന്തായിപ്പോ അത് മനസ്സിലാക്കാത്ത പോലെ ഇങ്ങനെ ഇരുന്ന മാനേജ്മെന്റിന് അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. എനിക്ക് മനസ്സിലായി അവരുടെ പ്രശ്നം ഇതാണ്, ഇന്ന ഒരു കാരണം കൊണ്ടാണ് അവർക്ക് ഈ പ്രശ്നം ഉണ്ടായേക്കണേ. അതിനെ നമുക്ക് നിർവചിക്കാൻ പറ്റണം. ആർക്ക്? മാനേജ്മെന്റിന്. കാരണം മാനേജ്മെന്റ് ഈസ് ദ പേഴ്സൺ ഹു ഹാവ് ടു സോൾവ് ദിസ് ഗ്രീവിയൻസ്. ഈ ഗ്രീവിയൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് മാനേജ്മെന്റ് ആണ്. തീർച്ചയായിട്ടും അവരത് വ്യക്തമായി മനസ്സിലാക്കിയെടുക്കണം. അതിന്റെ നിർവചനം എന്തിന്റെ കാരണം കൊണ്ടാണ് ഈ ഗ്രീവിയൻസ് ഉണ്ടായി എന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അവര് കറക്റ്റ് ആയിട്ട് അത് ഡിഫൈൻ ചെയ്യുക. ആഫ്റ്റർ ഐഡന്റിഫൈങ് ദ ഗ്രീവിയൻസ് മാനേജ്മെന്റ് ഷുഡ് കറക്റ്റ്ലി ഡിഫൈൻ ദം. കറക്റ്റ് ആയിട്ട് അതിനെ ഡിഫൈൻ ചെയ്യണം.
അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? കാര്യം മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണം. അത് പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ഫസ്റ്റ് ഓഫ് ഓൾ they have to collect some data regarding that grievance. ആ ഗ്രീവിയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡാറ്റാസും പല സോഴ്സുകളിൽ നിന്നായിട്ട് ഗ്യാദർ ചെയ്യുക, കളക്ട് ചെയ്യുക. ഓക്കെ, അതായത് എന്താണ് യാഥാർത്ഥ്യം, അതുമായി ബന്ധപ്പെട്ട ഡാറ്റകള്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, ഇതൊക്കെ തേടി കണ്ടുപിടിക്കുക. മനസ്സിലായി? എന്തുകൊണ്ട് അങ്ങനെ എംപ്ലോയീസിന് അങ്ങനെ പ്രശ്നങ്ങൾ വന്നു, അതിന്റെ വാസ്തവം എന്താണ്, ആ പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട അതിന്റെ പിന്നാതിലുള്ള എന്തെങ്കിലും വാസ്തവം, എന്താ പറയാ, സത്യം എന്തെങ്കിലും ഉണ്ടോ, അതെന്താന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പല എംപ്ലോയീസിനെയൊക്കെ എന്താ പറയാ കോൺടാക്ട് ചെയ്യേണ്ടി വരും. അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കൃത്യമായ ഡാറ്റ അതിൽ നിന്ന് കളക്ട് ചെയ്യുക. അതിനുശേഷമാണ് മറ്റുള്ളവരിൽ നിന്ന് അതിന്റെ അഭിപ്രായം, ആരോടെങ്കിലും ഒക്കെ മാനേജ്മെന്റിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട ചില ആളുകളൊക്കെ ഉണ്ട് അല്ലെ, നല്ല ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് ആളുകളുമായിട്ട് ഡീൽ ചെയ്ത് അവരോട് അതിന്റെ ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ ചോദിക്കാം. അപ്പൊ അല്ലാതെ വേഗം എടുത്തു ചാടി അതിന് തീരുമാനം ഉണ്ടാക്കാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് അതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ശേഖരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് ഡാറ്റാസ് എല്ലാം തന്നെ കളക്ട് ചെയ്യാം പല സോഴ്സുകളിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഗ്രീവിയൻസുമായി ബന്ധപ്പെട്ട ഡാറ്റയാണ് കേട്ടോ കളക്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇവിടെ ഉള്ള പരാതിക്ക് പകരം വേറെ എന്തെങ്കിലും ഡാറ്റ കളക്ട് ചെയ്യാനൊന്നും പോകണ്ട. പരാതി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന, ബന്ധപ്പെട്ടിരിക്കുന്ന ഡാറ്റ ആണ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പില് ഡാറ്റ കളക്ഷൻ ആണ്. ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ? ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പണി തീർന്നിട്ടില്ല, ഗ്രീവിയൻസ് ഹാൻഡിൽ ആയിട്ടില്ല അല്ലെ? അപ്പോൾ അടുത്ത എന്താ ചെയ്യേണ്ടത്? അനലൈസ് ദാറ്റ് പർട്ടിക്കുലർ ഡാറ്റ ആൻഡ് സോൾവ്. ആ ഡാറ്റയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എടുത്തു വെച്ച് അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് അനലൈസ് ചെയ്ത് വെരിഫൈ ചെയ്തൊക്കെ നോക്കണം അല്ലെ, കൃത്യമായിട്ട് എന്താണ്, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ കിടക്കുന്നത്, ആ പ്രശ്നങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ നമ്മളുടേതായ രീതിയിൽ പരിഹരിക്കാം. മറ്റുള്ള ആരെങ്കിലുമായിട്ട് നമുക്ക് എന്താ പറയാ അതിന്റെ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ, ഇതിന് മറ്റെന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ എന്ന് നോക്കാം. അത് ആരോടെങ്കിലും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് അതിൽ നിന്ന് വി ഹാവ് ടു സെലക്ട് ദ ബെസ്റ്റ് സൊല്യൂഷൻ. എന്നിട്ട് ചിലപ്പോ നമുക്ക് ഒരു സൊല്യൂഷൻ ആയിരിക്കാം, അത് വേറൊരാളോട് പറയുമ്പോൾ വേറൊരു സൊല്യൂഷൻ കിട്ടി. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഏത് സൊല്യൂഷൻ ആയിട്ട് ബെറ്റർ ആയിട്ട് വരാം, ബെസ്റ്റ് ആയിട്ട് വരാം, അത് ഓപ്റ്റ് ചെയ്യുക. മനസ്സിലായോ? നല്ല ഒരു പരിഹാര മാർഗം തിരഞ്ഞെടുക്കുക. ഒരു കാര്യത്തിന് എന്തെങ്കിലും പല രീതിയിലും പരിഹരിക്കാം അല്ലെ, പല രീതിയിലും പരിഹരിക്കാം അല്ലെ. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ പല രീതിയിലും നമുക്ക് പരിഹരിക്കാം. പക്ഷെ പല രീതിയിലും പരിഹരിക്കുമ്പോൾ പിന്നീട് വേറൊരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ ഏറ്റവും ബെസ്റ്റ് പരിഹാര മാർഗമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഒരു മാത്സ് സോൾവ് ചെയ്തെന്ന് പറഞ്ഞാലേ, ഒരു കണക്ക് സോൾവ് ചെയ്യാൻ തന്നാൽ ചില ആൾക്കാർ ചില രീതിയിൽ സോൾവ് ചെയ്യും, ചില ആൾക്കാർ വേറെ രീതിയിൽ സോൾവ് ചെയ്യും, ചിലർ ടക്കെന്നും പറഞ്ഞ് ഒറ്റയടിക്ക് സോൾവ് ചെയ്യും, ചിലർ കുറെ സ്റ്റെപ്സ് കൊടുത്ത് സോൾവ് ചെയ്യും. ഏത് രീതിയിൽ സോൾവ് ചെയ്യാം, പക്ഷെ ആൻസർ റിവ്യൂ ആണ് അല്ലെ, ഒരു ഉത്തരം ഉണ്ടാവുള്ളൂ അല്ലെ. അങ്ങനെയല്ല കണക്കിന് ഒരു ഉത്തരം, ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന് ഒരേ ഉത്തരം ഉള്ളൂ. ഇങ്ങനെയാവാം അങ്ങനെയാവാം, അങ്ങനെ ഒരു ചോദ്യമില്ല. അങ്ങനെ ഉണ്ടോ കണക്കില്? മാത്സിലുണ്ടോ അങ്ങനെ? പറഞ്ഞിരുന്നിട്ട് അവിടെ ഇരുന്ന് മഴയൊക്കെയാണ്, മഴക്കാലാണ്, തണുപ്പുണ്ട്, ഉറക്കൊക്കെ വരും, കട്ടിലിന്റെ അവിടേക്ക് ഇരുന്നൊക്കെ ഇരുന്ന് അങ്ങനെ പഠിക്കുമ്പോ ചിലപ്പോ അങ്ങനെ ഉറങ്ങി അവിടെ വരും. ആണ് ഉണ്ടോ അങ്ങനെ? ഹലോ 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 പറയേ, കുറെ പേര് കാണാനില്ല. ഇല്ല, ഉറങ്ങിയിട്ടില്ല. ക്ലാസ് വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ ഇല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അപ്പൊ ഒരു മാത്സിന് ഒരു എന്തെങ്കിലും ഒരു സാധനം, ഒരു മാത്തമാറ്റിക്കൽ സൊല്യൂഷൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ചോദ്യം അങ്ങോട്ട് തരികയാണ്. അത് പല രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. പക്ഷെ ദർ വിൽ ബി ഓൺലി വൺ ആൻസർ. പക്ഷെ ഒരു ആൻസർ ഉണ്ടാവുള്ളൂ, ഒരു ഉത്തരം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു ഗ്രീവിയൻസുകൾ ഇതുപോലെ എംപ്ലോയീസിന്റെ ഇടയിൽ അവർക്ക് മാനേജ്മെന്റുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന ചില പരിഭവങ്ങളാകാം, എന്താ പറയാ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസ് പരസ്പരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാകാം. എനിത്തിങ്, എന്ത് പ്രോബ്ലം ആയാലും ഇറ്റ് ഷുഡ് ബി സോൾവ്ഡ്. അപ്പൊ അത് സോൾവ് ചെയ്യണം. അപ്പൊ അതിൽ സോൾവ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് വെരിഫൈ ചെയ്ത് നോക്കി അതിന്റെ സൊല്യൂഷൻസ് നമ്മൾ ആരായ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇത് പരിഹരിക്കാൻ പറ്റുക. അപ്പൊ ചില ആളുകൾ മേ ഹാവ് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ടു സോൾവ്. പല ആളുകൾക്ക് പല രീതിയിൽ അഭിപ്രായം ഉണ്ടാക്കിയത് ഇങ്ങനെ പരിഹരിക്കാം, ഇതിങ്ങനെ പരിഹരിക്കാം. എന്റെ അഭിപ്രായം ആവണമെന്നില്ല. ഇപ്പൊ ചിലപ്പോ മൂന്നാൾക്കാരോട് മൂന്ന് ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലും ആളുകൾ പരിഹരിച്ചു പറയും. പക്ഷെ പരിഹാരത്തിന്റെ മാർഗങ്ങൾ ഏതാണെങ്കിലും ആ പരിഹാരത്തിന്റെ ഉത്തരം ഒന്നായിരിക്കണം അല്ലെ. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ്, ഇലയ്ക്കും മുള്ളിനൊന്നും കേടില്ലാതെ ബെസ്റ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ചിലപ്പോ ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ നോക്കി, പക്ഷെ അതിനെ പരിഹരിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും പ്രശ്നം സൃഷ്ടിച്ചിട്ടാണ് ഇത് പരിഹരിക്കുന്നെങ്കിലോ അങ്ങനെ പാടുണ്ടോ? അത് സെലക്ട് ചെയ്യാൻ പാടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും ഒരു പ്രശ്നം എംപ്ലോയീസിന്റെ ഇടയിലുണ്ട്, അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നറിയാമോ?
മറ്റൊരു പ്രശ്നം അവിടെ സൃഷ്ടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും തൽക്കാലം ഈ പ്രശ്നം അങ്ങ് പരിഹരിച്ചു പോട്ടെ എന്ന് ചില ആൾക്കാർ തീരുമാനം എടുക്കും. പക്ഷെ അത് പാടില്ല, അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് അങ്ങനെയല്ല, നമ്മൾ പ്രശ്നം പരിഹരിക്കുമ്പോൾ ഇതുപോലുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുമ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ, അതിന് ഇനി നെഗറ്റീവ്സ് ഒന്നും വരാത്ത രീതിയിലുള്ള സൊല്യൂഷൻ ആയിരിക്കണം കണ്ടെത്തേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, so analyze and solve. So after analyzing and solving, ആ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? It should be promptly redressed. പരിഹരിക്കണം, എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. അപ്പൊ നമ്മൾ അനലൈസ് ചെയ്തു, ആ ഒരു സൊല്യൂഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സ്പീഡി ആയിട്ട് എത്രയും എളുപ്പത്തിൽ അത് എന്ത് ചെയ്യണം? റീഡ്രസ് ചെയ്യണം, പരിഹരിക്കണം എന്നാണ് പറയാം. അപ്പൊ പരിഹരിക്കേണ്ടത് കുറെ നാൾ കഴിഞ്ഞിട്ടല്ല, ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് എന്നൊന്നും പറഞ്ഞിട്ടില്ല, സ്പീഡി ആയിട്ടുള്ള മാനറിൽ as soon as possible should be implemented. അതിന്റെ സൊല്യൂഷൻസ്, നമ്മുടെ പരിഹാര മാർഗങ്ങൾ നമ്മൾ നടപ്പിലാക്കിയേ മതിയാകൂ. അതാണ് പ്രോംപ്റ്റ് റീഡ്രസ്. അതിനുശേഷം അപ്പൊ നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഓ, പ്രശ്നമൊക്കെ പരിഹരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനി ആ വഴിക്ക് പോകാൻ നിൽക്കുകയല്ല. ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ഷുഡ് ബി ഡൺ. നമ്മൾ ചെന്ന് അത് എങ്ങനെയൊക്കെയുണ്ട് പ്രശ്നമൊക്കെ പരിഹരിച്ചു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു ചെന്നു എംപ്ലോയീസിന്റെ ഇടയിലൊക്കെ നോക്കി അവർ സംതൃപ്തരാണ്, അവരുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകുന്നത് അവർക്ക് ആ ഒരു പ്രശ്നത്തിന് ശരിയായ പരിഹാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ ദർ ഫേസ് ഇറ്റ്സെൽഫ്. അവരുടെ മുഖത്തിന് അത് പ്രകടമാകും. മാനേജ്മെന്റിനെ കാണുമ്പോൾ വളരെ സന്തോഷത്തിലേക്ക് വന്ന് അല്ലെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അവരുടെ അവരുടെ ജോലി ചെയ്യുന്നതിന്റെ ഔട്ട്പുട്ട് റിസൾട്ടില് ഒക്കെ വ്യതിയാനം കാണാൻ പറ്റും, ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. സോ അപ്പൊ നമ്മൾ ഇഫക്റ്റീവായിട്ട് സൊല്യൂഷൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഫോളോ അപ്സ് കണ്ടക്ട് ചെയ്യുക. സോ ദീസ് ആർ ദ വേരിയസ് സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ ഗ്രീവിയൻസ് റീഡ്രസൽ പ്രൊസീജിയർ. ഗ്രീവിയൻസ് പരിഹരിക്കുന്നതിന്റെ പ്രൊസീജിയേഴ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ പറഞ്ഞത് മുഴുവനും. ആ ഫ്ലോ ചാർട്ട് അണ്ടർലൈൻ ചെയ്യണം, അല്ലെങ്കിൽ ടിക്ക് ഇടണം. അതിന്റെ എക്സ്പ്ലനേഷൻസ് ഇതൊക്കെയാണ്: ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവിയൻസ്, അതുപോലെ തന്നെ ഡിഫൈൻ കറക്റ്റ്ലി, ഡാറ്റ കളക്ഷൻ, അനലൈസ് ആൻഡ് സോൾവ്, പ്രോംപ്റ്റ് റീഡ്രസൽ, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. ഒന്ന് വായിച്ചു നോക്കിയ വേഗം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പരിഹരിക്കുക. പ്രോംപ്റ്റ് റീഡ്രസൽ മീൻസ് പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുക. കഴിഞ്ഞോ വായിച്ച്? ഓക്കെ, അടുത്തത് കുറച്ച് നമുക്ക് തുടങ്ങി വെക്കാം. കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും നാളെ നമ്മുടെ എന്റെ ക്ലാസ് ഒരു അവർ കൂടി ഞാൻ നാളെ എടുക്കും. സോളിമിസിന്റെ ക്ലാസ് ആണോ നാളെ? അല്ലേ? ഫ്രൈഡേ അല്ലല്ലേ? ആണോ? സോളിമിസിന്റെ ക്ലാസ് ആണോ നാളെ? അറിയില്ല, നിങ്ങൾക്ക് അറിയില്ലേ? ഓക്കെ, അതെ. അപ്പൊ ആ ക്ലാസ് നാളെ ഞാനായിരിക്കും എടുക്കുക കേട്ടോ. അതുകൊണ്ട് ഇന്നിപ്പോ നമുക്ക് തുടങ്ങിയിട്ട് തരുന്നിടത്ത് വെച്ച് തരട്ടെ. ഓക്കെ, അപ്പൊ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രീവിയൻസ് മെഷീനറി അണ്ടർ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ആണ്. അതായത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, അതൊരു പരിഹാര ആക്ട് ആണ്. 1947 ഇൻഡസ്ട്രി, അതായത് നമുക്കറിയാം എങ്ങനെയൊക്കെയാ ഓരോ നിയമങ്ങൾ നിലവിൽ വരിക, എപ്പോഴൊരു നിയമം നിലവിൽ വരിക, നിങ്ങൾ അത് ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മൾ പല നിയമങ്ങൾ, ലോസ് അല്ലെ, നമ്മൾ ഫോളോ ചെയ്യുന്നവരാണ്, അറിഞ്ഞും അറിയാതെയൊക്കെ. അതായത് നമുക്ക് അറിഞ്ഞിട്ട് തന്നെ അല്ലാതെയും ചില കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്.
അത് നിയമമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. പല ആളുകൾ ഇപ്പൊ നമ്മുടെ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോ, നടന്നു പോകുമ്പോ ഏത് വശത്തിൽ കൂടി ഓടിക്കണം, അല്ലെങ്കിൽ ഏത് വശത്തിൽ കൂടി നടക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഹൗ ടു ബിഹേവ്, എങ്ങനെയാണ് അവിടെ പെരുമാറേണ്ടത്, വീട്ടിലെ പോലെ ചോദി ഒക്കെ അങ്ങനെയൊക്കെ അല്ലല്ലോ. അപ്പൊ ഓരോ സ്ഥലത്തും എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം, അതിൻ്റെതായ കുറച്ച് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നിയമങ്ങളൊക്കെ എന്താ പറയാ അറിഞ്ഞിട്ടാണ് നമ്മളൊക്കെ ഓടിക്കേണ്ടത്. അതല്ലാണ്ട് നമുക്ക് തോന്നിയ പോലെയൊക്കെ റോഡ് എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലേസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് മാത്രമല്ല ആ ഒരു റോഡ് അവകാശപ്പെട്ടത്. നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളെ പോലെ ഇഷ്ടംപോലെ ആളുകൾ ചറവ വണ്ടിയാണ് അല്ലെ, എന്ന് വെച്ചാൽ എവിടേക്കെങ്കിലും ഇപ്പൊ ഒരു ഗ്രാമപ്രദേശത്ത് കൂടി പോലും മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം എല്ലാവർക്കും വണ്ടിയുണ്ട്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് 2 വീലർ എങ്കിലും ഇല്ലാത്ത ഒരു വീട് പോലും ഇല്ല. അപ്പൊ ഇഷ്ടംപോലെ വണ്ടിയാണ്. എവിടെയെങ്കിലും തൊട്ടടുത്ത സ്ഥലത്ത് വേണമെങ്കിലും പോകാൻ നമ്മള് ഈ വണ്ടി എടുത്തിട്ടൊക്കെ പോകുള്ളൂ. അതൊന്നും പോകുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല അവിടെ അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ കുറെ നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ട്. കുറെ നിയമങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാ, ഓരോ ചില പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹരിച്ച് കോടതിയിൽ അത് കേസൊക്കെ ആയി വരുമ്പോഴാണ് അതൊരു നിയമമായിട്ട് വരാം. ഇപ്പൊ ഒരുപാട് വെഹിക്കിൾസ് ആളുകൾ ഹാൻഡിൽ ചെയ്യുന്നത്, കുട്ടികൾ മുതല്. കുട്ടികൾക്ക് വണ്ടി കൊടുക്കാൻ പാടില്ല, അത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതുങ്ങൾ ഇറങ്ങി എന്താ പറയാ നോക്കിയിരിക്കുകയാണ്, ചില വ്യക്തിയില്ലാത്ത എടുത്തത് വഴിയെന്നൊക്കെ എടുത്തിട്ട് അടുത്തറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. എന്തെങ്കിലും അപകടമൊക്കെ പറ്റി കഴിയുമ്പോഴാണ് പിന്നീട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കേസസ് ഒക്കെ വരിക. അപ്പൊ പിന്നെ ഓരോ നിയമങ്ങളൊന്നും അല്ലെ, എന്തെങ്കിലും രീതിയിൽ കുട്ടികളൊക്കെ ഇതുപോലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് വന്ന നിയമമൊക്കെയാണ് അല്ലെ. അത് ആരുടെ പേരിലാണ്, വണ്ടിയുടെ ഓണർ ആരാണോ അവരുടെ പേരിലാണ് കേസ് അല്ലെ, അവരാണ് അകത്ത് കളിക്കേണ്ടി വരിക, അവരാണ് ഫൈൻ അടിക്കേണ്ടി വരിക, പൈസ കൊടുക്കേണ്ടി വരിക എന്നുള്ള നിയമമൊക്കെ കൊണ്ടുവന്നു. സോ എങ്ങനെ ഈ നിയമങ്ങളൊക്കെ വരുന്നു, വളരെ പണ്ട് കുറച്ച് നാളുകൾ, ഒരു 10-15 വർഷമൊക്കെ മുമ്പാണെങ്കിൽ ഇത്രയും അധിക പ്രസരം ഈ വണ്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. കുട്ടികളും അതൊന്നും അധികം അങ്ങനെ എടുത്ത് ഉപയോഗിക്കാനും അവർക്ക് എന്താ പറയാ അത്രയും ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കുട്ടികൾക്ക് കുറെയൊക്കെ ധൈര്യം അങ്ങനെ വന്നേക്കുന്നത്. അപ്പൊ അന്ന് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അപ്പൊ അവരുടെയൊക്കെ വണ്ടിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല അത്രയൊന്നും. കാരണം ഇത്രയും പോപ്പുലർ ആയിട്ട് ഇതുപോലെയൊക്കെ ആളുകൾ ആരും ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ ഓടിക്കാമെന്നോ പേടിയും ഇതൊന്നും ഇല്ലാത്ത ആ ഒരു ഗണം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ എന്തു പറ്റി, പുതിയ എന്ത് ചെയ്തു, നിയമങ്ങൾ ഇങ്ങനെ പലത് കൊണ്ടുവന്നു. അപ്പൊ ഒരു പ്രശ്നം അല്ലെങ്കിൽ എങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോഴാണ് നിയമങ്ങൾ പുതിയ രീതിയിലേക്ക് വരുന്നത്. അപ്പൊ ആളുകൾ എന്ത് ചെയ്തു, അവിടെ തന്നെ അതായത് നമ്മളുടെ എന്താ പറയാ ഈ പറയുന്ന RTO ഒക്കെ ബന്ധപ്പെട്ട് ഓരോ പുതിയ നിയമങ്ങൾ ട്രാഫിക്കിൽ കൊണ്ടുവന്നു. ആ ട്രാഫിക്കിന്റെ നിയമങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, അതായത് തർക്കങ്ങൾ ഉണ്ടായിട്ടാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ എംപ്ലോയീസിന്റെ ഇടയിൽ ഇതുപോലുള്ള ഡിസ്പ്യൂട്ട്സ് ഒക്കെ നടന്നതിന് ശേഷം അങ്ങനെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ആക്ട് എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തത്. സോ 1947 ഇറ്റ് ഈസ് കോൾഡ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് കേട്ടോ. അത് ഗ്രീവിയൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഗ്രീവിയൻസുകളെ എന്താ പറയാ ഇല്ലാതാക്കാൻ, അതായത് നമുക്ക് എംപ്ലോയീസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്നതുപോലെയുള്ള ഒരു മെഷീനറി, ഒരു എന്താ പറയാ ഒരു മെഷീൻ എന്നതുപോലെയാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് നിലവിൽ കൊണ്ടുവന്നത് 1947. അപ്പൊ ഗ്രീവിയൻസുകൾ എന്ത് ചെയ്യാം, ഈ ഒരു ആക്ട് പ്രകാരം they can convey any grievance, തങ്ങൾക്കുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ can be conveyed to the higher authorities, തന്റെ മുകളിലുള്ള അധികാരികളിലേക്ക് അറിയിക്കാം. എപ്പോഴാണോ ആ ഒരു എന്താ പറയുക ഗ്രീവിയൻസുകൾ ഉണ്ടാകുന്നത്. ആൻഡ് ഓൾസോ അതിനു വേണ്ടിയിട്ട് അതിന്റെ സെറ്റിൽമെന്റിന് വരെയുള്ള ആ ഒരു സമയം വരെ അത് തുടങ്ങിയത് എന്ന് മുതൽ അത് എപ്പോഴാണ് അത് സെറ്റിൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹയർ അതോറിറ്റിയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രൊസീജിയർ, അതിനെയാണ് നമ്മള് ഗ്രീവിയൻസ് മെഷീനറി എന്ന് വിളിക്കുക. ഒരു എപ്പോ തുടങ്ങിയുള്ള അവരുടെ പരാതികളും പരിഭവങ്ങളാണ്, അത് എപ്പോഴാണ് അത് സെറ്റിൽ ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹയർ അതോറിറ്റിയിലേക്ക് എത്തിക്കുക. ഞങ്ങൾ ഇന്ന് സമയം തുടങ്ങിയാണ് ഞങ്ങൾക്ക് പരാതികളും പരിഭവങ്ങളും ഉണ്ടായേ, എന്നിട്ട് അത് എപ്പോഴാണ് അത് സെറ്റിൽ ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ഒരു ധാരണ അതിലേക്ക് ഹയർ അതോറിറ്റീസിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രൊസീജിയർ, അതിനെയാണ് എന്തെന്ന് വിളിക്കുക, നമ്മൾ ഗ്രീവിയൻസ് മെഷീനറി എന്ന് വിളിക്കുക. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാട്ടെ. ഗ്രീവിയൻസ് മെഷീനറി ഈസ് ദ പ്രൊസീജിയർ ഓഫ് conveying the grievances to the higher authorities. തങ്ങളുടെ പരാതികള് ഹയർ അതോറിറ്റീസിലേക്ക് എത്തിക്കുക. എവിടെ, അല്ലെങ്കിൽ അതോറിറ്റീസിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക്. എവിടെ തുടങ്ങി, ഫ്രം ദ ടൈം ഓഫ് ദെയർ ഒക്കറൻസ്,
എന്ന് മുതലാണോ ആ ഗ്രീവിയൻസ് ഉണ്ടായിരിക്കുന്നത് till the time of their settlement. അത് തുടങ്ങി എവിടെയാണ് അത് എപ്പോഴാണ് അത് സെറ്റിൽ ചെയ്തത്, അതും എല്ലാ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ അല്ലെങ്കിൽ മുകളിലെ അധികാരികളെ അറിയിക്കുക എന്നുള്ളതാണ് ഗ്രീവിയൻസ് മിഷണറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ മെഷീനറി എന്തിനു വേണ്ടിയിട്ടാ എന്തെങ്കിലും സാധനം പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ. അപ്പൊ ഗ്രീവിയൻസ് മെഷീനറി എന്താ, ഗ്രീവിയൻസിന്റെ ആ ഒരു കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, ഉപാധി അല്ലെങ്കിൽ ഉപകരണം, അതിനെയാണ് നമ്മള് ഗ്രീവിയൻസ് മെഷീനറി എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? മനസ്സിലായ മക്കളെ? ഇത്രയും വരെ ഇവിടെ വരെ എടുക്കുന്നത്, ബാക്കി നമ്മൾ നാളെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയോ? യെസ്. അപ്പൊ ഒന്ന് വായിച്ചൊക്കെ നോക്കാം. സിമ്പിൾ കാര്യങ്ങളാണ് അതൊക്കെ. നമ്മളും ജോലിക്ക് പോകേണ്ടവരാണ്. HR ഒക്കെ പഠിച്ച് നല്ല മുതുക്കന്മാരും മിടികളൊക്കെ ആയിട്ട് ജോലിക്കൊക്കെ പോയി അല്ലെ? അതൊക്കെ ജോലിക്ക് കയറിയെന്നൊക്കെ പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങളും. അപ്പൊ എത്രയും പെട്ടെന്നൊക്കെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ നമുക്കും പോകാനുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഇഫ് യു ഹാവ് എനി ഡിസ്കണ്ടന്റ്മെന്റ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ റിഗാർഡിംഗ് യുവർ എംപ്ലോയ്മെന്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലില് എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെയുള്ള എന്താ പറയാ പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഒരു തൃപ്തിക്കുറവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഡയറക്ട്ലി ഇൻഫോംഡ് ടു ദ ഹയർ അതോറിറ്റീസ് ഓർ കൺസേൺഡ് പീപ്പിൾ. അതുമായി ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ അറിയിക്കുക. അതിനുള്ള പരിഹാരങ്ങൾ ഇപ്പൊ എന്റെ മാത്രമല്ല, എനിക്കും എന്റെ കൂടെ നിൽക്കുന്ന ജോലിക്കാർക്കും വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന്, അപ്പൊ അങ്ങനെ വരുമ്പോ അത്തരം കാര്യങ്ങൾ പരിഹരിക്കപ്പെടണം. പരിഹരിക്കപ്പെടാതെ അത് മുന്നോട്ട് കൊണ്ടുപോയാൽ എങ്ങനെയിരിക്കും അത് ശരിയായ രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് തരില്ല, ഒരു നല്ല റിസൾട്ട് തരില്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് കേട്ടോ, അത് അത്യാവശ്യം നമുക്ക് അറിയേണ്ടതാണ്. അതുകൊണ്ടാ പറഞ്ഞ നിങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് നാളെ കാണാം. ഓക്കെ, സീ യു. താങ്ക് യു.